നമ്മൾ ഇന്നലെ 3/7 7 ഞാൻ അയച്ചാൽ 3 നമ്മൾ ഇവിടുന്ന് ക്ലാസ്സിൽ ചെയ്തതാണ്. ഒരു 4 റിമൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോട്ടോ അയച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തന്നു, ഒരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു. അത് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. Yes, sir. ആരാധന? ചെയ്തു. ഓക്കെ. സോ നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. മേ ബി ഈ ഓർഡറിൽ തന്നെ ആയിരിക്കണമെന്നില്ല. നമ്പർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 34. വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെയിൽസ് 7 മില്യൺ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 60% ആണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 10% ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര എന്നാണ് ചോദിച്ചത്. എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 4.2 മില്യൺ അല്ലെ. ഇവിടെ 7 മില്യൺ സെയിൽസിന്റെ 40% ആണ് ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ ബാക്കി 60% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കും അല്ലെ. സോ 7 മില്യന്റെ 60% കണ്ടാൽ മതി. 7 മില്യൺ 70 ലാക്ക് ഇൻറ്റു 60% കണ്ടാൽ 4.2 മില്യൺ. ഓപ്ഷൻ ഡി വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34 കഴിഞ്ഞിട്ട് 35. വീണ്ടും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 5% തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 10% തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 25% ആണ്. സെയിൽസ് റവന്യൂ 5 മില്യൺ ആണ്. സെല്ലിംഗ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആർ 7,50,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ചോദിച്ചത്. എത്ര ആൻസർ കിട്ടി? Option C. ഓപ്ഷൻ സി. ഓക്കെ, ഇവിടെ സെയിൽസ് 5 മില്യൺ. നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 5 മില്യന്റെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, അതായത് നോൺ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. പക്ഷെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എത്രയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലെ. സെയിൽസ് 5 മില്യന്റെ 25% ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള 75% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കും. സോ 5 മില്യന്റെ 75% ചെയ്താൽ 3.75 മില്യൺ, 37,50,000. സിമ്പിൾ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 37. സെയിൽസ് എത്ര എന്നാണ് ചോദിച്ചത്. എത്ര കിട്ടി? ഓപ്ഷൻ ഡി. ഡി. ഓപ്ഷൻ ഡി. മുസ്ര എനിക്ക് കിട്ടിയില്ലായിരുന്നു സർ. ഇവിടെ ഡ്യൂറിംഗ് ദി കറന്റ് ഇയർ ബെവർലി ഇൻഡസ്ട്രീസ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻവെന്ററി ടേൺ ഓവർ ഓഫ് 10 ടൈംസ് അല്ലെ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 10 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 30% ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 4% ആണ്. അതുപോലെ തന്നെ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് 21,000 ആണ് അല്ലെ. നമ്മളോട് സെയിൽസ് ആണ് ചോദിച്ചത് അല്ലെ. സെയിൽസ് ആണ് ചോദിച്ചത്. നമുക്ക് ഡയറക്ട്ലി സെയിൽസിൽ എത്താനുള്ള വഴിയൊന്നുമില്ല, കാരണം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മാത്രമേ ഉള്ളൂ, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 10% ആണ്, 10 ടൈംസ് ആണ്. അതുപോലെ തന്നെ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് 21,000 അല്ലെ. അത് രണ്ടും നമുക്ക് അറിയാം. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 30% ആണെന്ന് പറയാം അല്ലെ. ഈ 3 ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 10 ടൈംസ് ആണെന്ന് പറയുന്നത്. നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ചെയ്താൽ മതി. അതിലെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 10 ടൈംസ് ആണെന്ന് എനിക്കറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒന്നും എനിക്കറിയില്ല, അവിടെ നിൽക്കട്ടെ. ആവറേജ് ഇൻവെന്ററി 21,000 ആണ് ക്വസ്റ്റ്യനിൽ നിന്നിട്ടുണ്ട്. 21,000. അങ്ങനെയാണെങ്കിൽ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടാൻ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആവറേജ് ഇൻവെന്ററി ആയിട്ടുള്ള 21,000 ഇൻറ്റു 10 ചെയ്തിട്ടുണ്ടെങ്കിൽ 2,10,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ. 2,10,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും. സെയിൽസിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 30% ആണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 30% ആണെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള 70% ആയിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ. സോ 70% ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആ 70% ആണ് ഈ 2,10,000. സെയിൽസിന്റെ 70% ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആ 70% ആണ് ഈ 2,10,000. സെയിൽസ് ഇൻറ്റു 70% ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് 2,10,000. അങ്ങനെയാണെങ്കിൽ ഈ സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൾട്ടിപ്ലൈഡ് ബൈ 70 ഡിവൈഡ് ബൈ 70 ഒക്കെ ചെയ്തു. 2,10,000 ഡിവൈഡഡ് ബൈ 70%.
2,10,000 ഡിവൈഡ് ബൈ 0.7 ചെയ്തിട്ടുണ്ടെങ്കിൽ 3 lakh ആണ് നമുക്ക് സെയിൽസ് കിട്ടുക. 2,10,000 ഡിവൈഡ് ബൈ 70%. 3 lakh ആണ് നമ്മുടെ സെയിൽസ്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. 3 lakh സെയിൽസ് അതിന്റെ 70% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2,10,000. ക്ലിയർ ആണോ? Yes, sir. ക്ലിയർ ആണ്. എഴുതിയിട്ടില്ലേ? എഴുതിയില്ലെങ്കിൽ എഴുതിക്കും. Yes, sir, കഴിഞ്ഞു. ഓക്കെ, മറ്റു ക്വസ്റ്റ്യൻ കൂടി മനസ്സിലേക്ക്. ചോദിച്ചത് ഹൗ മച്ച് വിൽ ബി ദ കമ്പനീസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിസിക്കൽ ഇയർ. റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ് ചോദിച്ചത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നെറ്റ് ഇൻകം വേണം ഡിവൈഡഡ് ബൈ ആവറേജ് ഇക്വിറ്റി വേണം. ഓക്കെ, എത്ര ആൻസർ കിട്ടി? Option C. Option C. സി ഡിയോ? C. സി. ആരൊക്കെ തെറ്റ്? C. സി അല്ലേ? ഓക്കെ, ഡി എന്ന് കിട്ടും. ഇവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണാൻ വേണ്ടി നമുക്ക് നെറ്റിംഗ് വേണം, ആവറേജ് ഇക്വിറ്റി വേണം. ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അസറ്റ് 4,50,000, ലയബിലിറ്റീസ് 2,50,000, 2 lakh ഇൻ ദ 2 lakh ഇൻ കോമൺ ഇക്വിറ്റി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഫിസിക്കൽ ഇയർ. നമുക്ക് ആവറേജ് ഇക്വിറ്റി ആണെങ്കിൽ ബിഗിനിങ് ഇക്വിറ്റി പ്ലസ് എൻഡിങ് ഇക്വിറ്റി ഡിവൈഡ് ബൈ 2 ചെയ്യണം. അതിലെ ബിഗിനിങ് ഇക്വിറ്റി 2 lakh ആണെന്ന്, കോമൺ ഇക്വിറ്റി ആണെന്ന് കുഴപ്പമില്ല. 2 lakh പ്ലസ് എൻഡിങ് ഇക്വിറ്റി ഉണ്ടോ നോക്കാം. The company's management is projecting that the net income for the current fiscal year will be 55,000. So നമുക്ക് നെറ്റ് ഇൻകം 55,000 ആണ് കിട്ടി. ഇനി ആൻഡ് ദ കോമൺ ഇക്വിറ്റി അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിസിക്കൽ ഇയർ വിൽ ബി 2,10,000. ഓക്കെ, ഇവിടെ പ്രിഫേർഡ് ഇക്വിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് അവർ കംപ്ലീറ്റ്ലി കോമൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എൻഡ് ഓഫ് ദി ഫിസിക്കൽ ഇയറിൽ കോമൺ ഇക്വിറ്റി 2,10,000 ആണ് പറയുന്നത്. സോ നമുക്ക് എൻഡിങ്ങിലുള്ള ഇക്വിറ്റിയും കിട്ടി. 2,10,000 2 lakh ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 2,05,000 ആണ് ആവറേജ് ഇക്വിറ്റി കിട്ടുക. സോ 55,000 ഡിവൈഡ് ബൈ ആവറേജ് ഇക്വിറ്റി ആയിട്ടുള്ള 2,05,000. 55,000 ഡിവൈഡ് ബൈ 2,05,000 ചെയ്താൽ നമുക്ക് 26.82 സംതിങ് കിട്ടും. 26.8%. ഓപ്ഷൻ സി. നാല് ഓപ്ഷൻ കറക്റ്റ് അല്ലേ? അല്ല, 4 ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ ലിക്വിഡിറ്റി റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഒക്കെ കിട്ടിയിട്ടില്ല എല്ലാവർക്കും? Yes, sir. ഓക്കെ, ആദ്യം നമ്മളോട് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കിട്ടിയ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഒക്കെ? 2.86 current ratio. 2.86 കറണ്ട് റേഷ്യോ. Quick ratio 1.2. 1.2. Cash ratio 0.33. 0.33. 0.33. Net working capital 56,000. Okay. Same. Net working capital ratio 0.23. 0.3. അതെ. Accounts Account receivable turnover ratio 17.39. 39. Okay, ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ. ഒറ്റ സെക്കൻഡ് ഒന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ, പറഞ്ഞോളൂ. അക്കൗണ്ട് റിസീവബിൾ ടേൺഓവർ റേഷ്യോ 17.39. ഓക്കെ, പിന്നെ Days 20.70. ഓക്കെ, ഇൻവെന്ററി ടേൺഓവർ Inventory turnover ratio 5.33. ഓക്കെ. Days 67.54. ഓക്കെ, പർച്ചേസ് 250,000. ഓക്കെ. അക്കൗണ്ട്സ് പേയബിൾ ടേൺഓവർ റേഷ്യോ
10, 10. Days accounts payable 36, 36. Operating cycle 88.24, 0.2. 88.2. Cash cycle 52.24, 52.2. Total asset turnover ratio 1.81, 1.81. 1.81. പിന്നെ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ 2.79, 2.7. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 40%, 40%. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 30%, 16.5. ഓക്കെ Oh, sorry. 30. ഓക്കെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 16.5. റിട്ടേൺ ഓൺ അസറ്റ് 16.5. ഓക്കെ റിട്ടേൺ ഓൺ return on അസറ്റ് assets 30%, 30%. റിട്ടേൺ ഓൺ ഇക്വിറ്റി 47. 47%. 47%. ഓക്കെ ഓക്കെ ശരി ആരാധന ഇങ്ങനെ തന്നെയല്ലേ Yes, sir. ഓക്കെ നമ്മളോട് ഇതാ നമുക്ക് അഡീഷണൽ ഇൻഫോ 2011 ഡീറ്റെയിൽസ് ആണ്. സോ 2011 ബാലൻസ് ഷീറ്റിന്റെ ബാലൻസ് ഇതാണ്. 2010 ബാലൻസ് ഇതാണ്. സോ 2011 ബിഗിനിങ് ബാലൻസ് 2010 ബാലൻസ് ആയിരുന്നു. ഓക്കെ സോ നമുക്ക് ആവറേജ് ആക്കേണ്ടത് ആ ബാലൻസ് ഒരുമിച്ച് എടുക്കണമെങ്കിൽ സോ കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് 86,000 ആണ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി അക്കൗണ്ട്സ് പേബിൾ മാത്രമേ ഉള്ളൂ 30,000. സോ 86,000 ഡിവൈഡ് ബൈ 30,000 ചെയ്താൽ നമുക്ക് 2.86 കിട്ടും. 2.86 അല്ലെ. ഇനി ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്ലസ് MS പ്ലസ് AR ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഇല്ല, ക്യാഷും അക്കൗണ്ട്സിബിൾ മാത്രമേ ഉള്ളൂ. 10,000 പ്ലസ് 26,000 സോ 36,000 ആണ്. 36,000 ഡിവൈഡഡ് ബൈ 30,000 അപ്പോൾ നമുക്ക് 1.2 കിട്ടും. ഇനി ക്യാഷ് റേഷ്യോ ക്യാഷ് മാത്രം 10,000 ഡിവൈഡഡ് ബൈ 30,000 ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി 10,000 ഡിവൈഡ് ബൈ 3 1/3 ചെയ്താൽ 0.33 കിട്ടും. 0.33 ആണ് ക്യാഷ് റേഷ്യോ. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ്. 86,000 മൈനസ് 30,000 ചെയ്താൽ നമുക്ക് 56,000 കിട്ടും അല്ലെ. 56,000 കിട്ടും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 56,000 കിട്ടി. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ 56,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് അല്ലെ 1,54,000. 1,54,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 56,000 ഡിവൈഡഡ് ബൈ 1,54,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 36% അല്ല സോറി 1,54,000 അല്ല ഫിക്സഡ് അസറ്റ് ആണ്. ടോട്ടൽ അസറ്റ് എന്നുള്ളത് 2,40,000 ആണ്. 40,000. 2,40,000. So 56,000 divided by 2,40,000 ചെയ്താൽ 23% ആണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. 23.33%. ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റി റേഷ്യോസ്. ഫസ്റ്റ് അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് വേണം. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ വേണം. ക്രെഡിറ്റ് സെയിൽസ് ഇവിടെ 4 lakh ആണ്. ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് 20,000, ഈ വർഷത്തെ ബാലൻസ് 26,000. സോ 23,000 ആണ് നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. സോ 4 lakh ഡിവൈഡ് ബൈ 23,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 17.39 ആണ്. 4 lakh ഡിവൈഡഡ് ബൈ 23,000 ഞാൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു. 17.39 ഫുൾ പോയിന്റ് എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഇനി ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ 360 ഇവിടെ 360 ഡേയ്സ് ആണ് ഒരു വർഷം പറഞ്ഞിട്ടുള്ളത്. 360 ഡിവൈഡഡ് ബൈ 17.39 ഞാൻ ഫുൾ പോയിന്റ് എടുക്കുന്നുണ്ട്. 360 ഡിവൈഡ് ബൈ MRC ചെയ്താൽ 20.7 ആണ് എനിക്ക് കിട്ടിയത്. ചെറിയ പോയിന്റ് വിഷയമല്ല. ഓക്കെ 20.7 ഡേയ്സ് കൂടുമ്പോഴാണ് ഓരോ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ സംഭവിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് റിസീവബിലിറ്റി ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിലിറ്റി അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കിട്ടി. ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിലിറ്റി. ഇനി ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ചെയ്താൽ നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസിന്റെ 60% ആണെന്ന് പറഞ്ഞത്. സെയിൽസ് 4 lakh ആണെങ്കിൽ സെയിൽസിന്റെ 60% 2,40,000 ആയിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് 40,000 കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ 50,000. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് 45,000 ആണ്. സോ 2,40,000 ഡിവൈഡഡ് ബൈ
45,000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5.33 ടൈംസ് ആണ് 5.33 ടൈംസ് ആണ് നമ്മുടെ ഇൻവെന്ററി ടേൺ ഓവർ സംഭവിക്കുന്നത്. ഇനി ഇൻവെന്ററി ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 360 ഡിവൈഡ് ബൈ 5.33 ചെയ്യാണ്. 360 ഡിവൈഡ് ബൈ 5.33 ഫുള്ള് പോയിന്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 67.5. ഞാൻ ഫുള്ള് പോയിന്റ് എടുത്തുകൊണ്ടാണ് 67.5 വന്ന്. നിങ്ങൾ ഫുള്ള് പോയിന്റ് എടുത്തില്ലെങ്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് കിട്ടി, ഇൻവെന്ററി ഡേയ്സ് കിട്ടി. ഇനി ചോദിച്ചിട്ടുള്ളത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കിട്ടി, ഡേയ്സ് ഇൻവെന്ററി കിട്ടി. ഇനി പർച്ചേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിവിടെ എഴുതി വെക്കാം. Accounts receivable turnover ratio 17.39, days account receivable 20.7, inventory turnover 5.33, in days inventory 67.5. ഓക്കെ, ഇനി ഞാൻ വായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി പർച്ചേസ് നമുക്ക് അക്കൗണ്ട്സ് പേബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് പർച്ചേസ് കാണാം. പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് എൻഡിങ് ഇൻവെന്ററി ആഡ് ചെയ്യുന്നു, ബിഗിനിങ് ഇൻവെന്ററി ലെസ് ചെയ്യുന്നു അല്ലെ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2,40,000 ആണ് നമുക്കറിയാം. എൻഡിങ് ഇൻവെന്ററി 50,000 ആണ്. 50,000 ആണ്. 2,40,000ലേക്ക് 50,000 ആഡ് ചെയ്യുന്നു, ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് 40,000 ലെസ് ചെയ്യും അല്ലെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2,40,000ലേക്ക് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് 10,000 ആഡ് ചെയ്താൽ 2,50,000 കിട്ടും. സോ പർച്ചേസ് കിട്ടി 2,50,000. 2,50,000. 2,50,000 ആണ് പർച്ചേസ്. ഇനി നമുക്ക് വേണ്ടി അക്കൗണ്ട്സ് പേബിൾ ടേൺ ഓവർ റേഷ്യോ. അക്കൗണ്ട്സ് പേബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേബിൾ ചെയ്യുന്നു. പർച്ചേസ് 2,50,000 ആണ്. ആവറേജ് അക്കൗണ്ട്സ് പേബിൾ ബിഗിനിങ് അക്കൗണ്ട്സ് പേബിൾ 20,000, എൻഡിങ് 30,000. അങ്ങനെയാണെങ്കിൽ 25,000 ആണ്. 2,50,000 ഡിവൈഡ് ബൈ 25,000 ചെയ്താൽ 10 ടൈംസ് ആണ് അക്കൗണ്ട്സ് പേബിൾ ടേൺ ഓവർ സംഭവിക്കുന്നത്. ഇനി days in accounts payable is equal to 360 divided by accounts payable turnover ratio. അതായത് 360 divided by 10, 36 days അല്ലെ. 36 days ആണ് accounts payable turnover ratio. accounts payable turnover 10 times, ഇത് 36 days. ഓക്കെ, ഇനി നമുക്ക് ക്യാഷ് സൈക്കിളും ഓപ്പറേറ്റിംഗ് സൈക്കിളും കണ്ടുപിടിക്കും. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവെന്ററി ഡേയ്സും അക്കൗണ്ട് റിസീവബിൾ ഡേയ്സും ആഡ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഈക്വൽ ടു ഡേയ്സ് ഇൻ ഇൻവെന്ററി പ്ലസ് ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ. ഡേയ്സ് ഇൻ ഇൻവെന്ററി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 67.5 പ്ലസ് അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 20.7. 67.5 പ്ലസ് 20.7 ചെയ്താൽ 88.2 ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടുക. ഇനി ക്യാഷ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്പറേറ്റിംഗ് സൈക്കിളിന് അക്കൗണ്ട്സ് പേബിൾ ഡേയ്സ് ലെസ് ചെയ്താൽ മതി. ക്യാഷ് സൈക്കിൾ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ 88.2 ആണ്. മൈനസ് അക്കൗണ്ട്സ് പേബിൾ ഡേയ്സ് 36 ഡേയ്സ് ആണ്. മൈനസ് 36 ഡേയ്സ് ചെയ്താൽ 52.2. അങ്ങനെ തന്നെ കിട്ടി. ചെറിയ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, 52.2. ഇനി നമുക്ക് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ വേണം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ 88.2, ക്യാഷ് സൈക്കിൾ 52.2 കിട്ടി. ഇനി ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോയും ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടണം. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടി ഞാൻ സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ് എടുക്കുന്നു. ഓക്കെ, സെയിൽസ് 4 lakh ആണെന്ന് എനിക്ക് അറിയാം. ആവറേജ് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ടോട്ടൽ അസറ്റും പ്ലസ് എൻഡിങ് ടോട്ടൽ അസറ്റും ആഡ് ചെയ്യുന്നു, ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു അല്ലെ. ബിഗിനിങ് ടോട്ടൽ അസറ്റ് നമ്മുടെ ടോട്ടൽ അസറ്റ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് 2 lakh ആയിരുന്നു, ഈ വർഷത്തെ 2,40,000 ആയിരുന്നു. ഓക്കെ, സോ ബിഗിനിങ് എൻഡിങ് കിട്ടി 2 lakh പ്ലസ് 2.4 lakh ഡിവൈഡ് ബൈ 2 ചെയ്താൽ 2.2 lakh കിട്ടും, അതായത് 2,20,000. സോ ആവറേജ് ടോട്ടൽ അസറ്റ് 2,20,000 ആണ്. അങ്ങനെ വരുമ്പോൾ 4 lakh ഡിവൈഡ് ബൈ 2,20,000 ചെയ്താൽ നമുക്ക് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടും. നമ്മൾ ആവറേജ് വർഷം യൂസ് ചെയ്ത 2,20,000 ടോട്ടൽ അസറ്റിന്റെ എത്ര ടൈംസ് ആണ് നമ്മുടെ സെയിൽസ് കിട്ടും. 4 lakh ഡിവൈഡ് ബൈ 2,20,000 ചെയ്താൽ 1.81 അല്ലെ. 1.81.
1.81 സംതിങ് ടൈംസ് ആണ് നമ്മുടെ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ സംഭവിക്കുന്നത്. ഇനി ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഫിക്സഡ് അസറ്റ് ചെയ്യുന്നു. സെയിൽസ് വീണ്ടും 4 ലാക്ക് ആണ്. ആവറേജ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഫിക്സഡ് അസറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് 1,32,000, ഈ വർഷത്തെ ബാലൻസ് 1,54,000. 132,000 പ്ലസ് 154,000 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 134,000 പ്ലസ് 154,000 132,000 154,000 ഡിവൈഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 1,34,000 ആണ് എനിക്ക് ആവറേജ് ഫിക്സഡ് അസറ്റ് കിട്ടുക. 1,33,000. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സെയിൽസ് 4 ലാക്ക് ആണ്. ഡിവൈഡ് ബൈ 1,43,000 ചെയ്താൽ എനിക്ക് കിട്ടും 4 ലാക്ക് ഡിവൈഡ് ബൈ 1,43,000 2.79. 2.79 ആണ് എന്റെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. 2.79. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ 1.81. ഓക്കെ. ഇനി നമ്മുടെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് അതിന് ആദ്യം നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ചെറുതാക്കി വരയ്ക്കുന്നുണ്ട്. സെയിൽസ് 4 ലാക്ക് ആണ്. മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 60% എന്ന് പറഞ്ഞാൽ 2,40,000 ആണ്. അങ്ങനെയാണെങ്കിൽ 1,60,000 ആയിരിക്കും നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കാൻ പോകണം. മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 40,000 ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 40,000 ഞാൻ ലെസ് ചെയ്താൽ എനിക്ക് EBIT കിട്ടും. EBIT അഥവാ 1,20,000. അത് ഞാൻ ഇൻട്രസ്റ്റ് ലെസ് ചെയ്തു. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് 10,000 ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഞാൻ ലെസ് ചെയ്തിട്ടുണ്ട്. 1,10,000 ആണ്. 1,10,000 ആണ് എനിക്ക് EBT കിട്ടുക. അതിൽ നിന്ന് ഞാൻ ടാക്സ് ലെസ് ചെയ്യുന്നു 40%. 40% ലെസ് ചെയ്താൽ 1,10,000 40% 44,000 ഞാൻ ലെസ് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,10,000 മൈനസ് 44,000 ടാക്സ് അടിച്ചാൽ 66,000 ആയിരിക്കും. 66,000 ആയിരിക്കും എന്റെ നെറ്റിക്ക്. ഓക്കെ. ഇനി ഞാൻ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാണുന്നു. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ GP മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ 1,60,000 ആണ്. 1,60,000 ഡിവൈഡഡ് ബൈ 4 ലാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1,60,000 ഡിവൈഡ് ബൈ 4 ലാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 40% ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കാണാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇവിടെ 1,20,000 ആണ്. 1,20,000 ഡിവൈഡഡ് ബൈ സെയിൽസ് 4 ലാക്ക് ചെയ്താൽ നമുക്ക് 30% ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കിട്ടുക. ഇനി നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ചെയ്യുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ 66,000 ആണ്. ഡിവൈഡഡ് ബൈ 4 ലാക്ക് സെയിൽസ് ഇട്ട് ഡിവൈഡ് ചെയ്താൽ 66,000 ഡിവൈഡ് ബൈ 4 ലാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 16.5%. 16.5%. ഓക്കെ. ഇനി റിട്ടേൺ ഓൺ അസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ് ചെയ്യുന്നു. നെറ്റ് ഇൻകം ഇവിടെ 66,000 ആണ്. ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ആവറേജ് ടോട്ടൽ അസറ്റ് പറഞ്ഞാൽ 2 ലാക്കും 2,40,000 ആവറേജ് ആയിട്ടുള്ള 2,20,000. അതായത് 66,000 ഡിവൈഡ് ബൈ 2,20,000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 30% ആണ് റിട്ടേൺ ഓൺ അസറ്റ് കിട്ടുക. 30% ആണ് റിട്ടേൺ ഓൺ അസറ്റ്. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇക്വിറ്റി ചെയ്യുന്നു. നെറ്റ് ഇൻകം ഇവിടെ 66,000 ആണ്. ഇവിടെ ആവറേജ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉണ്ട് 1,30,000. പിന്നെ ഈ വർഷത്തെ ബാലൻസ് 1,50,000. സോ ആവറേജ് 1,40,000 ആയിരിക്കും. 1,40,000 ആയിരിക്കും നമ്മുടെ ആവറേജ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 66,000 ഡിവൈഡഡ് ബൈ 1,40,000 ചെയ്താൽ 47.14 സംതിങ്, അതായത് 47% ആണ് നമ്മുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി. എല്ലാം ക്ലിയർ അല്ലേ? 15 ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? Yes, sir. ക്ലിയർ ആണ്.
സ്ക്രീൻ വിസിബിൾ ആണോ? Yes, PDF sir. വിസിബിൾ ആണോ? PDF visible അല്ല. വിസിബിൾ അല്ല. ഒറ്റ second. PDF അല്ല, വൈറ്റ് Okay, ബോർഡ് okay. ആണ്. ആണോ? Yes, sir. ഇപ്പൊ കാണാം, ക്യാപിറ്റൽ സ്ട്രക്ചർ. Okay. സോ നമ്മൾ ഒന്ന് ബാക്കോട്ട് പോവാണ്. നമ്മുടെ ടൈപ്സ് ഓഫ് റേഷ്യോസിൽ ടൈപ്സ് ഓഫ് റേഷ്യോസിൽ ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ പഠിച്ചു, ആക്ടിവിറ്റി റേഷ്യോസ് നമ്മൾ പഠിച്ചു, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമ്മൾ പഠിച്ചു. അതായിരുന്നു ഏറ്റവും സിമ്പിൾ. ഓക്കെ, ഇനി ലീവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി ആൻഡ് ഏർണിംഗ്സ് കവറേജ് റേഷ്യോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ലീവറേജ് റേഷ്യോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ മൊത്തം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റേഷ്യോസ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് അതിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇത് സോൾവൻസി റേഷ്യോസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ്. ഇതിന് 3 ടൈപ്സ് റേഷ്യോസ് പഠിക്കാണ്ട് നമുക്ക്. ഫസ്റ്റ് ഇത് അതായത് നമ്മളിപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസിൽ 5 പഠിച്ചു, ആക്ടിവിറ്റി റേഷ്യോസിൽ 10 പഠിച്ചു, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ 7 പഠിച്ചു. ഓക്കെ, അത് ഒറ്റ ടൈപ്പാണ്. ഈ ലീവറേജ് റേഷ്യോസ് വേറെ, സോൾവൻസി റേഷ്യോസ് വേറെ, ഏർണിംഗ് കവറേജ് റേഷ്യോസ് വേറെ. ഓക്കെ, സോ സോൾവൻസി റേഷ്യോസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക ഇന്ന്. പിന്നെ നമ്മൾ ഏർണിംഗ്സ് കവറേജ് റേഷ്യോ ഡിസ്കസ് ചെയ്യും. ലാസ്റ്റ് ആണ് നമ്മൾ ലീവറേജ് റേഷ്യോസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, മൂന്നാമത് ലീവറേജ് റേഷ്യോ മിക്കവാറും നാളെ അല്ലെങ്കിൽ മൺഡേ. ഓക്കെ, ഇന്ന് നമ്മൾ സോൾവൻസി, ഇതൊക്കെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളത് ഈ സോൾവൻസി റേഷ്യോ ആയാലും ഏർണിംഗ്സ് കവറേജ് റേഷ്യോ ആയാലും ലീവറേജ് റേഷ്യോസ് ആയാലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ആ ഒരു മെഷർമെന്റിന് വേണ്ടിയിട്ടാണ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനും അതിന്റെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ സോൾവൻസി റേഷ്യോസും ഏർണിംഗ്സ് കവറേജ് റേഷ്യോസും ലീവറേജ് റേഷ്യോസും പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് പഠിച്ച പോലെ, ആക്ടിവിറ്റി റേഷ്യോസ് പഠിച്ച പോലെ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പഠിച്ച പോലെ അത്ര സിമ്പിൾ അല്ല. നമ്മൾ ലീവറേജ് റേഷ്യോസ് ആണ് കുറച്ച് ഇന്നർ കോൺസെപ്റ്റ് ഒക്കെ വരുന്നുള്ളത്. ഓക്കെ, നമുക്ക് സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ കുറച്ച് ചിന്തിക്കാണ്ട്. സോൾവൻസി റേഷ്യോ വലിയ സീനൊന്നുമില്ല, ഏർണിംഗ്സ് കവറേജ് റേഷ്യോസും വലിയ സീനൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സോൾവൻസി റേഷ്യോസ് ആണ്. നാളെ ആയിരിക്കും അല്ലെങ്കിൽ മൺഡേ ആയിരിക്കും നമ്മൾ ലീവറേജ് റേഷ്യോസ് ഡിസ്കസ് ചെയ്യാം. ലീവറേജ് റേഷ്യോസിലാണ് നമുക്ക് കുറച്ച് ഇന്നർ കോൺസെപ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആണ് മാർക്കറ്റ് റേഷ്യോസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് റേഷ്യോസ് അത്യാവശ്യം ലെങ്തി ആണ്, നമുക്ക് കുറെ കാര്യങ്ങൾ അതിന് പഠിക്കാം. ഓക്കെ, അതിലാണ് ഒരു ഡയല്യൂട്ടഡ് EPS എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഒക്കെ ഉണ്ട്. കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യം. ഓക്കെ, സോ നമ്മുടെ ഹോക്കിൽ ഓർഡറിലെ സെക്കൻഡ് ടൈപ്പ് ഓഫ് റേഷ്യോ, നമ്മൾ പഠിക്കാൻ പോകുന്ന 4th ടൈപ്സ് ഓഫ് റേഷ്യോ നിങ്ങൾ ഹെഡിങ് ചെയ്താൽ അതിന് മുന്നേ ഒറ്റ സെക്കൻഡ് നമ്മൾ റിട്ടേൺ ഓൺ അസറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് ഈ റിട്ടേൺ ഓൺ അസറ്റ് എന്നുള്ള ഈ ഒരു റേഷ്യോ, നമ്മളെ റിട്ടേൺ ഓൺ അസറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു വർഷം നമ്മളെ ആവറേജ് അസറ്റ്സ് യൂസ് ചെയ്തിട്ട് എത്ര നെറ്റിംഗ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്തത്, അതാണ് റിട്ടേൺ ഓൺ അസറ്റ് എന്നുള്ള ആ ഒരു റേഷ്യോ. ആ റേഷ്യോ നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ്, ഡിറ്റർമൈൻ ദ എഫക്റ്റീവ്നെസ് ഓഫ് മാനേജേഴ്സ് അല്ലെ, മാനേജേഴ്സിന്റെ എഫക്റ്റീവ്നെസ്, അവർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ എത്രത്തോളം അവരുടെ എഫക്റ്റീവ് ആണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റിട്ടേൺ ഓൺ അസറ്റ്, പെട്ടെന്ന് എത്രയാണ് റിട്ടേൺ ഓൺ അസറ്റ്, ഈ വർഷം എത്ര റിട്ടേൺ ഓൺ അസറ്റ് ഉണ്ടാക്കി, കഴിഞ്ഞ വർഷം എത്ര ആണെന്ന് റിട്ടേൺ ഓഫ് അസറ്റ്, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് മാനേജേഴ്സിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് മെഷറിംഗ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പ്രോഫിറ്റ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് പോയിന്റ് മെഷറിംഗ് ഫോർകാസ്റ്റഡ് ഏർണിങ്സ്. ഓക്കെ, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ മീൻസ് നമ്മൾ മുന്നേ ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് ഫോർകാസ്റ്റ് ചെയ്തിരുന്ന ഏർണിങ്സ് തന്നെ കിട്ടിയിട്ടുണ്ടോ, ആ ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് റിട്ടേൺ ഓൺ അസറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാനിങ്, ബജറ്റിംഗ്, കൺട്രോൾ, നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്ലാനിങ്ങിനും ബജറ്റിങ്ങിനും പിന്നെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, കൺട്രോൾ മീൻസ് നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, പ്രോഫിറ്റ് കൂട്ടാം, അങ്ങനെ നമ്മളെ മൊത്തത്തിൽ നമ്മുടെ പ്ലാനിങ്ങും ബജറ്റിങ്ങും കൺട്രോളിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ റിട്ടേൺ ഓൺ അസറ്റ് എന്നുള്ള ഈ ഒരു റേഷ്യോ.
ഓക്കെ. സോ മാനേജേഴ്സിന്റെ എഫക്റ്റീവ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റഡ് ഏർണിംഗ്സ് മെഷർ ചെയ്യാൻ പറ്റും, പ്ലാനിങ്ങിലും ബജറ്റിങ്ങിലും കൺട്രോളിലൊക്കെ ഈ ഒരു റേഷ്യോ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് റിട്ടേൺ ഓൺ അസറ്റിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. 4 പോയിന്റ് നോട്ടിലേക്ക് എഴുതിക്കും. റിട്ടേൺ ഓൺ അസറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ 4 പോയിന്റ് ചെയ്തു. ശരിയാ. ഓക്കെ, സോ Sir, നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി, ലീവറേജ് ആൻഡ് കവറേജ് റേഷ്യോ. നിങ്ങളിപ്പോ എന്ത് ചെയ്താൽ മതി വെച്ചാൽ, നിങ്ങൾ ഹെഡിങ് എഴുതുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, കോമ, സോൾവൻസി, കോമ ആൻഡ് ഏർണിങ്സ് കവറേജ് റേഷ്യോസ് എഴുതിയാൽ മതി. ഓക്കെ, ഈ ലീവറേജ് തൽക്കാലം നിങ്ങൾ എഴുതണ്ട. ലീവറേജ് റേഷ്യോസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഹെഡിങ് എഴുതാം. ഇപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ, കോമ, സോൾവൻസി ആൻഡ് കവറേജ് റേഷ്യോസ് മാത്രമല്ല, ഏർണിങ്സ് കവറേജ് റേഷ്യോസും കൂടി ഇരിക്കും. ഏർണിങ്സ് കവറേജ് റേഷ്യോസ്. സോ ഹെഡിങ് ഇങ്ങനെ അയക്കാം: ക്യാപിറ്റൽ സ്ട്രക്ചർ, കോമ, സോൾവൻസി, കോമ, ഏർണിങ്സ് കവറേജ് റേഷ്യോസ്. ഹെഡിങ് ചെയ്തില്ലേ? ഓക്കെ, ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ, നമുക്ക് ഒരു ബിസിനസ്സിൽ ക്യാപിറ്റൽ രണ്ട് രീതിയിൽ കൊണ്ടുവരാം. ബേസിക് ആയിട്ടുള്ള രണ്ട് രീതി പറഞ്ഞാൽ ഏതൊക്കെ പറയാൻ പറ്റുക? ഏതൊക്കെ രീതിയിലാണ് ബിസിനസ്സിന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുക? ഒന്ന് അതിനാണ് it is ഇക്വിറ്റി, ഇക്വിറ്റി പിന്നെ ആ loan, അതെ, ലോണ്, ബോണ്ട്, അതിന് നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് പറയില്ലേ? ഒന്ന് ഇക്വിറ്റി. ആ, ലോണൊക്കെ എന്താ? liability, ലാബിലിറ്റി ആണ്. long-term liability, അതെ, നമ്മൾ അതിനൊരു കോമൺ ആയിട്ട് ഒരു പേര് പറയില്ലേ? നമ്മൾ ലോൺ എടുക്കുന്നത് എന്താ? നമുക്കൊരു ലോണൊക്കെ എന്താ? debt, debt, ഡെപ്റ്റ് അല്ലെ? നമുക്ക് കടം, debt, ഒന്നെങ്കിൽ കടം എടുക്കാം, അതായത് ഡെപ്റ്റ് വഴി നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഇക്വിറ്റി വഴി റേസ് ചെയ്യാം അല്ലെ. സോ ഡെപ്റ്റ് ഒരു ഓപ്ഷൻ ആണ്, ഇക്വിറ്റി ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് എത്ര പ്രൊപ്പോസൽ ആയിരിക്കണം നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിലെ എത്ര പെർസെന്റേജ് ആയിരിക്കണം ഡെപ്റ്റ്, എത്ര പെർസെന്റേജ് ആയിരിക്കണം ഇക്വിറ്റി? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? really, പറയാൻ പറ്റുമോ?
ആർക്കും പറയാൻ പറ്റില്ല. അത് ഓരോ കമ്പനിയുടെ ഇഷ്ടമാണ്. ഓക്കെ, കമ്പനിക്ക് വേണമെങ്കിൽ മൊത്തം ഡെപ്റ്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മൊത്തം ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ഡെപ്റ്റ് ചൂസ് ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 50-50% അല്ലെങ്കിൽ ഒരു 30% ഡെപ്റ്റ് ബാക്കി 70% ഇക്വിറ്റി അതിലായിരിക്കാം. അത് കമ്പനിയുടെ ഇഷ്ടം, ഡിപ്പെൻസ് അല്ലെ. ഡെപ്റ്റ് ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്താ? ഡെപ്റ്റിന്റെ കോസ്റ്റ് Interest. എങ്ങനെ? ഡെപ്റ്റിന്റെ കോസ്റ്റ് Interest. ഇൻട്രസ്റ്റ് interest, അല്ലെ, ഇൻട്രസ്റ്റ്. ഇക്വിറ്റി ആണെങ്കിൽ dividend, Dividend. ഡിവിഡൻഡ് അല്ലെ. ഓക്കെ, സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. നമ്മൾ ഡെപ്റ്റ് എടുത്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. പക്ഷെ ഇക്വിറ്റി ആണെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ഓൺ ഫണ്ടാണ്. ഇക്വിറ്റിയും ഒരു ലാബിലിറ്റി ആണ്, ബിസിനസ്സിന് ഒരു ലാബിലിറ്റി ആണ്. പക്ഷെ ബിസിനസ്സിനെ, കമ്പനീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ ഓണേഴ്സിന്റെ ഫണ്ടാണ് ഇക്വിറ്റി എന്നുള്ളത് അല്ലെ. സോ ഒരു കമ്പനിക്ക് കൂടുതൽ ഡെപ്റ്റ് ഉണ്ടാവുക പറഞ്ഞാൽ റിസ്ക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ ഇക്വിറ്റി ആണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. പക്ഷെ പ്രിഫേർഡ് ഡിവിഡൻഡ് മാത്രമേ നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരുള്ളൂ. കോമൺ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ ഡെപ്റ്റ് അങ്ങനെയല്ല, എല്ലാ പ്രാവശ്യവും എല്ലാ സമയത്തും കറക്റ്റ് ആയിട്ട് ബാങ്കിൽ പലിശ കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ബോണ്ട് ആണെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്ത ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. സോ കൂടുതൽ ഡെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു കമ്പനിക്ക് റിസ്ക്കാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ബിസിനസ് നടത്താണ്, എനിക്ക് ഓൾറെഡി കുറെ കടമുണ്ട്. ഓക്കെ, ഞാൻ പുതിയൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തു, എനിക്ക് ഒരു എക്സ്ട്രാ ഒരു 10 ലക്ഷം കൂടി ലോൺ വേണം. അപ്പം എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആ ബാങ്ക് വെരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓൾറെഡി എന്റെ എന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്, അതായത് എന്റെ ടോട്ടൽ അസറ്റ്സിന്റെ ഒരു 80% ഡെപ്റ്റാണ്. ഓക്കെ, സോ ഓൾറെഡി ഞാൻ കടത്തിൽ മുങ്ങിക്കിടക്കാം, ഡെപ്റ്റിൽ മുങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, ഒരുപാട് ഡെപ്റ്റ് ഉണ്ട്, ഒരുപാട് ഇൻട്രസ്റ്റ് എനിക്ക് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് ഒരു പുതിയ ബാങ്കിക്ക് കടം തരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അവരുടെ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള കാപ്പബിലിറ്റി എനിക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു തോട്ട് അവർക്ക് എന്നാൽ എനിക്ക് കടം തരാൻ ചാൻസ് ഇല്ല. സോ ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിക്ക് ഒരു റിസ്ക് ആണ്. പക്ഷെ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ കുറച്ച് ഗുണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ലീവറേജ് റേഷ്യോസിൽ പഠിക്കും. ഓക്കെ, ലീവറേജ് റേഷ്യോസിൽ നമ്മൾ മൺഡേ അല്ലെങ്കിൽ നാളെ, സമയം ഉണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മൺഡേ നമ്മൾ ലീവറേജ് റേഷ്യോസ് പഠിക്കും. ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കമ്പനി ഏതൊക്കെ രീതിയിലാണ് ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ളത്, ഇക്വിറ്റി ആണോ ഡെപ്റ്റ് ആണോ, എത്ര പ്രൊപ്പോർഷൻ ആണ്, എത്രയാണ് ഡെപ്റ്റ്, എത്രയാണ് ഇക്വിറ്റി, ഇക്വിറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് ലയബിലിറ്റി അഥവാ ലോങ് ടേം ലയബിലിറ്റി. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾവൻസി റേഷ്യോസും ലീവറേജ് റേഷ്യോസും കവറേജ് റേഷ്യോസും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള റേഷ്യോസ് ആണ് നമ്മുടെ സോൾവൻസി റേഷ്യോസും ലീവറേജ് റേഷ്യോസും കവറേജ് റേഷ്യോസും. ഓക്കെ, സോൾവൻസി എന്നുള്ള വാക്ക് എവിടെയെങ്കിലും കിട്ടണം? സോൾവൻസി എന്താ അർത്ഥം? സോൾവൻസിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ലോങ് ടേം ലയബിലിറ്റീസ്, ഓക്കെ, അത് വീട്ടാനുള്ള എബിലിറ്റിനാണ് ഇവിടെ സോൾവൻസി എന്ന് പറയുന്നത്. ഒരു കമ്പനി സോൾവെന്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ലോങ് ടേം ലയബിലിറ്റീസ് വീട്ടാനുള്ള എബിലിറ്റി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ ഏർണിങ്സ് കവറേജ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഏർണിങ്സ്, ഇൻട്രസ്റ്റ് ഒക്കെ അടയ്ക്കാനുള്ള ഏർണിങ്സ് അഥവാ ഡെപ്റ്റിന്റെ കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള എമൗണ്ടുകളൊക്കെ കമ്പനി ഏൺ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടോ, അതൊക്കെയാണ് കവറേജ് റേഷ്യോസിൽ പഠിക്കുക. മിക്കവാറും നാളെ ആയിരിക്കും നമ്മൾ കവറേജ് റേഷ്യോസ് പഠിക്കുക. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോൾവൻസി റേഷ്യോസ് വെച്ചിട്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താൽ First. ഓക്കെ, ഇവിടെ ലീവറേജ് റേഷ്യോസ് എത്തുമ്പോൾ നമ്മൾ കുറച്ച് ഇന്നർ കോൺസെപ്റ്റുകൾ ചിന്തിക്കേണ്ടി വരും. അതിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് 2-3 ഇക്വേഷനുകൾ യൂസ് ചെയ്തിട്ട്, കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും ലീവറേജ് റേഷ്യോസ് എത്തുമ്പോൾ. സോൾവൻസി റേഷ്യോസും കവറേജ് റേഷ്യോസും ഒന്നും വലിയ സീനില്ല, നമ്മളിപ്പോൾ പഠിച്ച പോലെ തന്നെ തന്നെയാണ്. സോ ഞാൻ ആദ്യം നോട്ട്സ് വായിക്കാം, ശ്രദ്ധിച്ചിട്ടോ. ഓക്കെ, സോ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കാം. റെഫേഴ്സ് ടു ദ വേ എ കമ്പനി ചൂസസ് ടു ഫിനാൻസ് ഇറ്റ് ബിസിനസ്. ഓക്കെ, എ കമ്പനി മേ ഒബ്റ്റെയിൻ ഫിനാൻസിങ് ബൈ ബോറോയിങ് ഓർ ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി. ഓക്കെ, കമ്പനിയുടെ
ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ refers to the way a company chooses to finance its business, അല്ലെ? ഫിനാൻസ് എന്ന് പറഞ്ഞാൽ കടം എടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് ഓർഗനൈസ് ചെയ്യുക, റേസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ ഫൈനാൻസ് ചെയ്യാന്നുള്ള ഉദ്ദേശിച്ചത്. സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണമെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒബ്റ്റെയിൻ ഫിനാൻസിങ് ബൈ, ഒന്നെങ്കിൽ ഫിനാൻസ് എടുക്കാം, ഒന്നെങ്കിൽ ബോറോയ്, അല്ലെ? ബോറോയ് എന്ന് പറഞ്ഞാൽ കടം എടുത്തിട്ട്, അതാണ് ഇവിടെ ഡെപ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒന്നെങ്കിൽ ഡെപ്റ്റ് യൂസ് ചെയ്യാം, അതൊരു ഓപ്ഷൻ. ഓർ ബൈ, അല്ലെങ്കിൽ ഇഷ്യൂയിങ് ഇക്വിറ്റി, അല്ലെ? ഇക്വിറ്റി ഇഷ്യൂ ചെയ്തിട്ട് അവർക്ക് സെക്കൻഡ് ഓപ്ഷൻ ഇക്വിറ്റി ആണ്. ഒന്നെങ്കിൽ ഡെപ്റ്റ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റി ചൂസ് ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ ഓർ ഇഫ് ബോത്ത്, അല്ലെങ്കിൽ രണ്ടും കൂടി യൂസ് ചെയ്യാം. ഇൻ വാട്ട് പ്രൊപ്പോസൽ, ഏതൊരു പ്രൊപ്പോസൽ, മേ ബി 50-50, അല്ലെ? അല്ലെങ്കിൽ 60-40, അതൊക്കെ കമ്പനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിപ്പെൻസ്. ഓക്കെ, സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മുടെ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അവിടെ ഇക്വിറ്റി എന്ന് വിളിച്ചു, ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഓക്കെ, ഈ ലാബിലിറ്റീസിലാണ് നമ്മളെ ഡെപ്റ്റ് വരിക, ലോങ് ടൈം ലാബിലിറ്റീസിലേക്കാണ് ലോങ് ടൈം ഡെപ്റ്റ് ഒക്കെ വരിക. ഇക്വിറ്റിയിലാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി വരിക. ഓക്കെ, നമുക്ക് ഒരു അസറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് വാങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഡെപ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി വഴിയോ നമുക്കൊരു അസറ്റ് റേസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അസറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റീസും ഇക്വിറ്റീസും ടോട്ടൽ ആഡ് ചെയ്ത എമൗണ്ട്. ഓക്കെ, അതിന് എത്ര പെർസെന്റേജ് ആണ് ലാബിലിറ്റി, എത്ര പെർസെന്റേജ് ആണ് ഇക്വിറ്റി, അതിന്റെ ഒക്കെ ഒരു പ്രൊപ്പോർഷൻ ആണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നോട് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പനിയുടെ ക്യാപിറ്റലിന്റെ ഒരു സ്ട്രക്ചർ, ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൽ എത്രയാണ് ഡെപ്റ്റ്, എത്രയാണ് ഇക്വിറ്റി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള സോൾവൻസി റേഷ്യോസും ലീവറേജ് റേഷ്യോസും കവറേജ് റേഷ്യോസും പഠിക്കുന്നത്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് മനസ്സിലായിട്ടില്ലേ? Yes, sir. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് സോൾവൻസി എന്ന് കൂടി പറയാം. സോൾവൻസി ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോൾവൻസി റേഷ്യോസ്, കമ്പനീസിന് അവരുടെ ലോങ് ടേം ഡെപ്റ്റ് വീട്ടാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സോൾവൻസി റേഷ്യോസ് പഠിക്കുന്നത്. സോ സോൾവൻസി റേഷ്യോസിന് മുന്നേ സോൾവൻസി എന്താണെന്ന് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇതാ solvency. Solvency is the ability of the company to pay its long-term obligation as they become due. കമ്പനീസിന് അവരുടെ ലോങ് ടേം ഒബ്ലിഗേഷൻ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ലോങ് ടേം ലോൺസ് ആയിരിക്കും. ഓക്കെ, ലോങ് ടേം ലോൺസും പിന്നെ ഇക്വിറ്റിയും പറയാൻ പറ്റും. Solvency is the ability of the company to pay its long-term obligation as they become due. Okay, a company is solvent if assets are greater than the sum of debt obligation. ഓക്കെ, എന്താ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കമ്പനി സോൾവെന്റ് ആണ്. ഓക്കെ, സോൾവെന്റ് ആണ്. അപ്പം ഇഫ് അസറ്റ്സ് ആർ ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഹിസ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ. ഓക്കെ, അതായത് അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഓക്കെ, ഇതാണല്ലോ നമ്മൾ പഠിച്ചത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എ കമ്പനി ഈസ് സോൾവെന്റ്, ഒരു കമ്പനി സോൾവെന്റ് ആണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ലോങ് ടേം ഡെപ്റ്റ്സ് അല്ലെങ്കിൽ ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കമ്പനിക്ക് ഉണ്ട്. അതാണ് സോൾവെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോ എ കമ്പനി ഈസ് സോൾവെന്റ് ഇഫ് അസറ്റ്സ് ആർ ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഹിസ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ. ഈ ഡെപ്റ്റിനെക്കാട്ടും അതായത് ലാബിലിറ്റീസിനെക്കാട്ടും വലുതാണ് അസറ്റ് എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഡെപ്റ്റ് ഒരു 5 lakhും അസറ്റ് ഒരു 10 lakhും ആണെങ്കിൽ ഒരു 5 lakh അവിടെ ഇക്വിറ്റി ഉണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞാല്, സിമ്പിൾ ആക്കി പറഞ്ഞാല്, ലാബിലിറ്റീസിനെക്കാളും വലുതാണ് അസറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ അസറ്റിന്റെ ഒരു പോർഷൻ മാത്രമാണ് ലാബിലിറ്റി എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ലോങ് ടേം ലാബിലിറ്റീസ് വീട്ടാനുള്ള എബിലിറ്റി ആ കമ്പനിക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഇനിയിപ്പോ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് ആയാലോ, ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ഒന്നുമില്ല. ഓക്കെ, അസറ്റ് 10 lakh ആണ്. അങ്ങനെയാണെങ്കിൽ ലാബിലിറ്റീസ് മൊത്തം 10 lakh ആയിരിക്കും. ഓക്കെ, എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഈ ബിസിനസിന് വേണ്ടി റേസ് ചെയ്തിട്ടുള്ള 10 ലക്ഷം മൊത്തം നമ്മൾ കടമെടുക്കാം. ഓക്കെ, അത്യാവശ്യം റിസ്ക് ആണ്. നമുക്ക് എല്ലാ വർഷവും നല്ല ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ഓരോ വർഷം അതിന്റെ EMIs വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൂടുതൽ ഡെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാണ്. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരാനുള്ള ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് കൂടുതൽ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, പക്ഷേ ഇക്വിറ്റി അങ്ങനല്ല. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ ഫണ്ടാണ്. കമ്പനിയുടെ പെർസ്പെക്റ്റീവില് നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം കമ്പനിക്ക് ഓണേഴ്സിനോടുള്ള ഒരു ഒബ്ലിഗേഷൻ ആണ് ഇക്വിറ്റി. പക്ഷെ കമ്പനിന്റെ പെർസ്പെക്റ്റീവില് അതിന്റെ സ്വന്തം ഓണേഴ്സിന്റെ ഫണ്ടാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓൺഡ് ഫണ്ടാണ് ഇക്വിറ്റി. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞാല് ഓൺഡ് ഫണ്ടാണ്. കാരണം
കമ്പനിയുടെ ഓണേഴ്സ് ആണ് അവരുടെ ഷെയർ ഹോൾഡേഴ്സ്. അവര് വഴി റേസ് ചെയ്തിട്ടുള്ള ഫണ്ടാണ് ഇക്വിറ്റി. ഓക്കെ, പ്രിഫറൻസ് ഇക്വിറ്റി ആയിക്കോട്ടെ, കോമൺ ഇക്വിറ്റി ആയിക്കോട്ടെ. സോ ഓൺഡ് ഫണ്ടാണ് ഇക്വിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഡെപ്റ്റ് എന്നുള്ളത് എന്ത് ഫണ്ടാ? ഡെപ്റ്റ് പറയാൻ പറ്റുമോ? ഡെപ്റ്റ് Borrowed. ബോറോഡ് ഫണ്ട് അല്ലെ? ബോറോഡ് ഫണ്ടാണ് ഡെപ്റ്റ്. കാരണം നമ്മൾ കടെടുത്തതാ. ഓക്കെ, നമ്മൾ എത്രയാണോ കടെടുത്ത് അതിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ്, ഫോർ എക്സാമ്പിൾ 10% എല്ലാ വർഷവും നമ്മൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് അടിക്കണം. അത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ ആ ഡെപ്റ്റിന്റെ കോസ്റ്റ് നമ്മൾ പേ ചെയ്തിരിക്കണം. പക്ഷെ ഇക്വിറ്റി അങ്ങനെയല്ല. എസ്പെഷ്യലി ഗവൺമെന്റ് ഇക്വിറ്റീസിന് നമ്മൾ ലാഭം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, സോ കൂടുതൽ ഡെപ്റ്റിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് ആണ്. സോ ഓരോ കമ്പനീസിന്റെയും ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കിയിട്ട് നമ്മുടെ റിസ്ക്കും അതിന്റെ അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവൻസി റേഷ്യോസ് പഠിക്കുന്നത്. സോൾവൻസി റേഷ്യോസിന് മുന്നേ സോൾവൻസി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സോൾവൻസി ഈസ് ദ എബിലിറ്റി ഓഫ് ദ കമ്പനി ടു പേ ഇറ്റ്സ് ലോങ് ടേം ഒബ്ലിഗേഷൻ ആസ് ദ ബിക്കം ഡ്യൂ. ലോങ് ടേം ഒബ്ലിഗേഷൻസ് ഡ്യൂ ആവുന്ന സമയത്ത്, അതായത് ലോങ് ടേം ഒബ്ലിഗേഷൻ എന്ന് ഉദ്ദേശിച്ച് ഇവിടെ ലോങ് ടേം ലോൺസ് കാര്യം, അതിന്റെ ഡ്യൂസ് വരാന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള എബിലിറ്റി. ഓക്കെ, ലോങ് ടേം ലോൺ വീട്ടാനുള്ള എബിലിറ്റി. നമ്മൾ ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ പോരാ, ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ലോങ് ടേം ലോൺസ് വീട്ടും വേണം. ഓക്കെ, അതിന്റെ പ്രിൻസിപ്പിളും പഠിക്കണം, നമ്മൾ ഇൻട്രസ്റ്റ് പഠിക്കണം. അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവൻസി റേഷ്യോസ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റും എ കമ്പനി ഈസ് സോൾവെന്റ് ഇഫ് ദ അസറ്റ്സ് ആർ ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അസറ്റിനെക്കാളും ചെറുതാണ് ലാബിലിറ്റീസ് എന്നുണ്ടെങ്കിൽ, അതായത് ഇക്വിറ്റിയുടെ ഒരു പോർഷൻ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കംപ്ലീറ്റ് അസറ്റും നമ്മൾ ലാബിലിറ്റീസ് ത്രൂ അല്ല റേസ് ചെയ്ത് കുറച്ച് ഇക്വിറ്റി ഉണ്ട്. അതായത് നമ്മൾ മൊത്തം ലോൺ എടുത്തിട്ടല്ല, നമ്മൾ കംപ്ലീറ്റ് അസറ്റ് റേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പനി സോൾവെന്റ് ആണെന്ന് അർത്ഥം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാനൊരു പോയിന്റ് കൂടി പറയാം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എ കമ്പനി വിത്ത് മോർ ഇക്വിറ്റി ദാൻ ഡെപ്റ്റ്. ഓക്കെ, ഈ പോയിന്റ് ശ്രദ്ധിക്കണം, നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, എ കമ്പനി വിത്ത് മോർ ഇക്വിറ്റി ദാൻ ഡെപ്റ്റ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. എ കമ്പനി വിത്ത് മോർ ഇക്വിറ്റി ദാൻ ഡെപ്റ്റ്. അവിടെ കോമട്ട് എ കമ്പനി വിത്ത് മോർ ഇക്വിറ്റി ദാൻ ഡെപ്റ്റ്, അതായത് ഒരു കമ്പനിക്ക് ഡെപ്റ്റിനെക്കാളും കൂടുതൽ ഇക്വിറ്റി ആണുള്ളത്. ഓക്കെ, അതൊരു കമ്പനി ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് സോൾവെന്റ് ദാൻ എ കമ്പനി വിത്ത് മോർ ഡെപ്റ്റ് ദാൻ ഇക്വിറ്റി. ഓക്കെ, ഇക്വിറ്റിനെക്കാളും കൂടുതൽ ഡെപ്റ്റ് ഉള്ള കമ്പനിയെക്കാളും സോൾവെന്റ് ആണ് ഡെപ്റ്റിനെക്കാളും കൂടുതൽ ഇക്വിറ്റി ഉള്ള കമ്പനി. അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കൺഫ്യൂഷൻ ആയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന കമ്പനിനേക്കാളും കുറച്ചും കൂടി സോൾവെന്റ് ആയിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ഡെപ്റ്റിനെക്കാളും കൂടുതൽ ഇക്വിറ്റിനെ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനീസാണ്. ഓക്കെ, സോ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഫൈനിന്റെ ഫൈന്, പിന്നെ ജപ്തി ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. കൂടുതൽ ലോണിനെ ഇൻട്രസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റിസ്ക് ആണ്. സോ ഒരു കമ്പനി വിത്ത് മോർ ഇക്വിറ്റി ദാൻ ഡെപ്റ്റ് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് സോൾവെന്റ് ദാൻ എ കമ്പനി വിത്ത് മോർ ഡെപ്റ്റ് ദാൻ ഇക്വിറ്റി. ഓക്കെ, ഇക്വിറ്റിനെക്കാട്ടും കൂടുതൽ ഡെപ്റ്റ് ഉള്ള കമ്പനീസ്, ഇക്വിറ്റിനെക്കാട്ടും കൂടുതൽ ഡെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനീസിനെക്കാട്ടും കുറച്ചും കൂടി സോൾവെന്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആണ് നമുക്ക് പറയാൻ പറ്റും. ഏത് കമ്പനീസ്? ഇതാ, എ കമ്പനി വിത്ത് മോർ ഇക്വിറ്റി ദാൻ ഡെപ്റ്റ്. ഡെപ്റ്റിനെക്കാട്ടും കുറച്ച് കൂടുതലാണ് ഇക്വിറ്റി എന്നുണ്ടെങ്കിൽ, ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡെപ്റ്റ് കുറവ് യൂസ് ചെയ്യുന്ന കമ്പനീസ് ആണ് കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി സോൾവെന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. കമ്പാരിറ്റീവ്ലി കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുന്നു. ആ പോയിന്റ് ക്ലിയർ ആണോ? Yes, sir. ക്ലിയർ ആണ്. സോ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? നമ്മുടെ സോൾവൻസിന്റെ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 3 റേഷ്യോസ് ആണ് സോൾവൻസി റേഷ്യോസിൽ പഠിക്കാനുള്ളത്. ആയില്ല, ഇതല്ലേ, ഓരോ പോയിന്റ് പറയുന്നതനുസരിച്ച് ചെയ്താൽ മതി. നമുക്ക് 3 റേഷ്യോസ് ആണ് സോൾവൻസി റേഷ്യോസിൽ പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് റേഷ്യോ, നമ്മുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. സിമ്പിൾ ആണ്, വലിയ സീനൊന്നുമില്ല. ഓക്കെ, സെക്കൻഡ് വൺ ആണ് ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. തേർഡ് വൺ ആണ് ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. ഈ 3 റേഷ്യോസ് ആണ് നമുക്ക് സോൾവൻസി റേഷ്യോസിൽ പഠിക്കാനുള്ളത്. അതായത് ഒരു കമ്പനിക്ക് അവരുടെ ലോങ് ടേം ലാബിലിറ്റീസ് വീട്ടാനുള്ള എബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ എത്ര പോർഷൻ ആണ് ലാബിലിറ്റീസ്, എത്ര പോർഷൻ ആണ് ഡെപ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോസ് ആണ്. അതിന്റെ ഒരു കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയുള്ള റേഷ്യോസ് ആണ് നമ്മുടെ സോൾവൻസി റേഷ്യോസ്. ഓക്കെ, സോൾവൻസി റേഷ്യോസിൽ 3 റേഷ്യോസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്.
ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, തേർഡ് വൺ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. ഈ 3 റേഷ്യോസ് ആണ് നമുക്ക് സോൾവൻസി റേഷ്യോസിൽ പഠിക്കാനുള്ളത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏർണിംഗ്സ് കവർ റേഷ്യോ നാളെ പഠിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി, ലീവറേജ് ഇപ്പം തൽക്കാലം അവിടെ നിൽക്കട്ടെ, ആൻഡ് കവറേജ് റേഷ്യോസിലെ സോൾവൻസി റേഷ്യോസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ ഹെഡിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ഈ ഒരു പോയിന്റ് ചെയ്യുക, എന്നിട്ട് എന്താണ് സോൾവൻസി എന്നുള്ള ഈ സെക്കൻഡ് പോയിന്റ് ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ ഈ ഒരു പോയിന്റ് കൂടി ഇതാ, എ കമ്പനി വിത്ത് മോർ ഇക്വിറ്റി ദാൻ ഡെപ്റ്റ് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് സോൾവൻ ദാൻ എ കമ്പനി വിത്ത് മോർ ഡെപ്റ്റ് ദാൻ ഇക്വിറ്റി. ഈ 3 പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇത് ആയിട്ടില്ല, അതിന്റെ കൂടെ ഞാൻ എക്സ്ട്രാ 2 പോയിന്റ് കൂടി പറഞ്ഞുതരാം. സോ ഈ 3 പോയിന്റും നിങ്ങൾ ആദ്യം ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 അഡീഷണൽ പോയിന്റ്സ് കൂടി പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് ചെയ്താൽ refers to the way a company chooses to finance its business. അവരുടെ ബിസിനസ് ഫിനാൻസ് ചെയ്യാനുള്ള വേ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അവർക്ക് വേണമെങ്കിൽ ഡെപ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റി യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡെപ്റ്റ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇക്വിറ്റി, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. അത് എത്ര പ്രൊപ്പോർഷൻ ആണെന്ന് കമ്പനിക്ക് തീരുമാനിക്കാം. ഓക്കെ, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഒരു അനാലിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവൻസി റേഷ്യോസ് പഠിക്കുന്നത്. 3 റേഷ്യോസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. സോ ആദ്യം നിങ്ങൾ ഇതാ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഈ 3 പോയിന്റ്സ് നോട്ടിലേക്ക് കോപ്പി ചെയ്യും. ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി, പിന്നെ ആ തേർഡ് പോയിന്റ് കൂടി ചെയ്താൽ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് പറഞ്ഞുതരാം. അതും കൂടി എഴുതിയിട്ട് നമുക്ക് ഓരോ റേഷ്യോസും ഡിസ്കസ് ചെയ്യാം.
സെന്റൻസ് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് a company with more equity than debt is more stable and solvent than a company with more debt than equity. എഴുതിയായിരുന്നോ അവരേതാ Yes, sir. മുബഷിറ? Sir, finish. അതിന് കൂടെ ഒരു എക്സ്ട്രാ 2 പോയിന്റ്സ് കൂടി നമുക്ക് ചെയ്യാം. എഴുതിക്കോളൂ. അതിന്റെ കൂടെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് പോയിന്റ് ആണ് സോൾവൻസി റേഷ്യോസ് മെഷേഴ്സ്. Solvency ratio measures the company's ability. Solvency ratio measures the company's ability. Company apostrophe is S. Company's ability to survive in the long run. To survive in the long run by paying its long-term debt. Long-term debt. They show how much the company depends on borrowed money compared to its own fund. Next one, solvency ratios tell us whether a company is financially stable in the long run. Last point. If a company uses too much debt, it may face difficulty paying interest and principal in the future.
If a company uses too much debt, it may face difficulty in paying interest and principal in the future. If it uses more owners fund, it is usually considered as financially stable, financially safer. നമ്മൾ ഇതിന് PDF ഉള്ളതിനെക്കാട്ടും ഒരു 4 പോയിന്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഒക്കെ സെയിം പോയിന്റ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ പറ, ഞാൻ 4 പോയിന്റ്സ് മുന്നോട്ട് ഡിസ്കസ് ചെയ്തത്. Can you see? ഓക്കെ, 4 സെയിം പോയിന്റ്സ് തന്നെയാണ്, ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതുന്നുള്ളൂ. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോൾവൻസി റേഷ്യോസ് മെഷേഴ്സ് ദി കമ്പനീസ് എബിലിറ്റി ടു സർവൈവ് ഇൻ ദി ലോങ് റൺ ബൈ പേയിങ് ഇറ്റ്സ് ലോങ് ടേം ഡെപ്റ്റ്. ഒരു കമ്പനി ലോങ് ടേം ഡെപ്റ്റ് റേസ് ചെയ്താൽ അതിന് ഇൻട്രസ്റ്റും കൊടുക്കണം, അതിന്റെ പ്രിൻസിപ്പളും തിരിച്ചു കൊടുക്കണം അല്ലെ. പൈസ എങ്ങനെ അടിച്ചു പോകണം, അതിന്റെ കൂടെ അതിന്റെ മുതലും കൂടി അടിച്ചു പോകണം. സോ ഒരു വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആണ് ഒരു ഡെപ്റ്റ് ബൈ കമ്പനിക്ക് റേസ് ചെയ്യാന്ന് പറയുമ്പോൾ വരുന്നത്. സോ അത് വീട്ടാനുള്ള അല്ലെങ്കിൽ അതിന് പേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവൻസി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സോൾവൻസി റേഷ്യോസ് യൂസ് ചെയ്ത് നമുക്ക് എന്താ കാണാൻ പറ്റുക? ദേ ഷോ ഹൗ മച്ച് ദ കമ്പനി ഡിപ്പെൻഡ്സ് ഓൺ ബോറോഡ് മണി കമ്പയർഡ് ടു ഇറ്റ്സ് ഓൺ ഫണ്ട്. ഓക്കെ, ഓൺ ഫണ്ട് എന്ന് ഇവിടെ ഉദ്ദേശിച്ച ഇക്വിറ്റിനാണ്, ബോറോഡ് മണി എന്ന് ഉദ്ദേശിച്ച ഡെപ്റ്റിനാണ്. ഓണേഴ്സിന്റെ ഫണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഒരു കമ്പനിയുടെ ഇക്വിറ്റി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്ര ടൈംസ് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് അവർ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, സോൾവൻസി റേഷ്യോസ് ടെൽസ് വെദർ എ കമ്പനി ഈസ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ഇൻ ദി ലോങ് റൺ. ഓക്കെ, ചുമ്മാ 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്കൊക്കെ ഇൻട്രസ്റ്റ് അടിച്ച് പോയാൽ പറ, ലോങ് റണ്ണിൽ ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ അടച്ചുകൊണ്ട് പോകാൻ വേണം, അതിന്റെ പെർസെന്റേജ് പ്രിൻസിപ്പൾ ഇങ്ങനെ റിഡ്യൂസ് ചെയ്ത് ആ ലോൺ ക്ലോസ് ചെയ്യുകയും വേണം. ഓക്കെ, സോ സോൾവൻസി റേഷ്യോസ് നമുക്ക് കാണിച്ചു തരും എന്ത്, വെദർ എ കമ്പനി ഈസ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ഇൻ ദി ലോങ് റൺ. ലോങ് റണ്ണിൽ ഈ കമ്പനിക്ക് സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, എന്താണ് ഈ കമ്പനിന്റെ അവസ്ഥ, ഒരു 10 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും കമ്പനിയുടെ സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സോൾവൻസി റേഷ്യോസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി 4ാമത്തെ പോയിന്റ്, ഇഫ് എ കമ്പനി യൂസസ് ടു മച്ച് ഡെപ്റ്റ് ഇറ്റ് മേ ഫേസ് ഡിഫിക്കൽട്ടി ഇൻ പേയിങ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ഇൻ ദി ഫ്യൂച്ചർ. ഒരു കമ്പനി കൂടുതൽ ഡെപ്റ്റിനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കിട്ടാനുള്ള ഡിഫിക്കൽട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഇഫ് ഇറ്റ് യൂസസ് മോർ ഓണേഴ്സ് ഫണ്ട്, നമ്മൾ ഡെപ്റ്റിനെക്കാളും കുറച്ചധികം ഓണേഴ്സ് ഫണ്ട് യൂസ് ചെയ്താൽ, ഓണേഴ്സ് ഫണ്ടിന് കോസ്റ്റ് ഉണ്ട്, പക്ഷെ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് അല്ല, നമുക്ക് ഇൻട്രസ്റ്റ് അടിക്കേണ്ട പോലെ ഒന്നും ഫിക്സഡ് ആയിട്ട് അടിച്ചു പോകണ്ട, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പൊ ഓണേഴ്സിന്റെ ഫണ്ട് എന്നാൽ കമ്പനിയുടെ ഓൺ ഫണ്ടാണ്, പക്ഷെ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോറോഡ് ഫണ്ടാണ്. സോ കൂടുതൽ ഓണേഴ്സിന് ഫണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൺസിഡർഡ് ആസ് ഫിനാൻഷ്യലി സേഫർ, ആ കമ്പനി കുറച്ച് സേഫർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് കമ്പനിക്ക് വലിയ ബേർഡൺ ഇല്ല, ഓക്കെ, ലോങ് റണ്ണിൽ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, കാരണം ഡെപ്റ്റ് കുറച്ചുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നത് റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ടാറ്റ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ എനിക്ക് അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, എന്റെ ഫണ്ട് റിസ്ക് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, ഞാനൊരു 10,000 രൂപ ഒന്നെങ്കിൽ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ടാറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഞാൻ കഴിഞ്ഞ 8 വർഷത്തെ റിലയൻസിന്റെ സോൾവൻസി റേഷ്യോസ് നോക്കി അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയിട്ട് അവർക്ക് എത്ര ഡെപ്റ്റ് ഉണ്ട്, അവരുടെ ടോട്ടൽ അസറ്റിൽ എത്ര പെർസെന്റേജ് ആണ് ഡെപ്റ്റ്. കൂടുതൽ ഡെപ്റ്റ് ആണെങ്കിൽ അവർക്ക് കുറച്ച് റിസ്ക് ഉണ്ടാവും. ഓക്കെ, കൂടുതൽ ഡെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ വർഷവും ഫിക്സഡ് ഇത്ര എമൗണ്ട്, അവരുടെ ലാഭത്തിന്റെ ഇത്ര എമൗണ്ട് ഇൻട്രസ്റ്റിലേക്കും പ്രിൻസിപ്പളും തിരിച്ചടിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവും. ഓക്കെ, സോ കൂടുതൽ ഒരു കമ്പനി ഡെപ്റ്റിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് അത് ഒരു നെഗറ്റീവ് സൈഡാണ്. ഓക്കെ, അപ്പൊ ഞാൻ ടാറ്റ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വന്നു. ടാറ്റ എന്ന കമ്പനിയുടെ 60% അല്ലെങ്കിൽ 40% ഡെപ്റ്റ് ഉള്ളൂ, ബാക്കി 60% ഓൺഡ് ഫണ്ടാണ് അല്ലെങ്കിൽ ഓണേഴ്സിന്റെ ഫണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സേഫ് ആണെന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ വേറെ ഒരു ബാങ്കിന്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ
ഞാനൊരു കമ്പനിയാണ്, എനിക്ക് ഓൾറെഡി ഒരുപാട് കടങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഒരുപാട് കടമുണ്ട്. സോ നമുക്ക് ഇനി ഒരു ക്രെഡിറ്റിന് ആരെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമ്മളെ കമ്പനിയുടെ സോൾവൻസി റേഷ്യോ അത്യാവശ്യം പ്രോപ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഓവർ ഡെപ്റ്റ് ഒന്നുമില്ല, നമ്മുടെ കമ്പനി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, ലോങ് റണ്ണിൽ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ കമ്പനിക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയുടെ സോൾവൻസി റേഷ്യോസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ സോൾവൻസി റേഷ്യോസിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറഞ്ഞത് നമുക്ക് കൂടുതൽ ഡെപ്റ്റിനെ ഫോക്കസ് ചെയ്യുന്ന, ഡെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ കുറച്ചധികം ഓണേഴ്സ് ഫണ്ട് യൂസ് ചെയ്യണമെന്നാണ്. ഓക്കെ, സോ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോൾവൻസി റേഷ്യോസ് നോക്കിയാൽ മതി. സോ നമുക്ക് സോൾവൻസി റേഷ്യോസ് 3 പഠിക്കാനുള്ളത്. ഈ 5 പോയിന്റ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ലേ? ക്ലിയർ അല്ലേ? ഒക്കെ സെയിം പോയിന്റ്സ് തന്നെയാണ്, നമ്മൾ പല പല രീതിയിൽ എഴുതി നോക്കും. ഈ 5 പോയിന്റ്സും ക്ലിയർ അല്ലേ? Yes, sir. ക്ലിയർ ആണ്. Yes, sir. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോൾവൻസി റേഷ്യോസ് ഏതൊക്കെയാണ് എന്താന്ന് നോക്കാം. സിമ്പിൾ ആണ്, ഓവർ സീൻ ഒന്നുമില്ല. അത് നിങ്ങൾ ഹെഡിങ് ചെയ്താൽ സൈഡ് ഹെഡിങ് ആയിട്ട് ചെയ്താൽ മതി. സോൾവൻസി റേഷ്യോസ് ഇൻക്ലൂഡ് ദി ഫോളോയിങ് റേഷ്യോസ്. സോൾവൻസി റേഷ്യോസിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എഴുതാം. അതാണ് സൈഡ് ഹെഡിങ്. എന്നിട്ട് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. സെക്കൻഡ് വൺ എഴുതാം ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. തേർഡ് വൺ ലിസ്റ്റ് ചെയ്യുക ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. ഇത് 3 ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 1 by 1 ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. Debt to equity ratio, second long term debt to equity ratio, third debt to total assets ratio. Is there? Yes, sir. Okay. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ ആദ്യം വായിക്കാം എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. The debt to equity ratio is a comparison of how much of the financing of assets comes from creditors with the amount of financing that comes from the owners in the form of equity. അതായത് കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിൽ കമ്പനിക്ക് അസറ്റ് റേസ് ചെയ്യണമെങ്കിൽ ഒന്ന് ഡെപ്റ്റ് ആണ് വഴി, ലയബിലിറ്റീസ് വഴി, അല്ലെങ്കിൽ ഇക്വിറ്റി ആണ് വഴി. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഈസ് ദ കമ്പാരിസൺ ഓഫ് ഹൗ മച്ച് ഓഫ് ദ ഫിനാൻസിങ് ഓഫ് അസറ്റ് കംസ് ഫ്രം ക്രെഡിറ്റേഴ്സ് ആൻഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് ഫിനാൻസിങ് ദാറ്റ് കംസ് ഫ്രം ദ ഓണേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി. ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് ഡെപ്റ്റ് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ഇക്വിറ്റി, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാല് കമ്പനി ഓൺ ചെയ്യുന്ന ഇക്വിറ്റിന്റെ എത്ര ടൈംസ് ആണ് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ലയബിലിറ്റീസ് ഉള്ളത്. ഇക്വിറ്റിനെക്കാളും കൂടുതൽ ഡെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇക്വിറ്റിന്റെ അതേ റേഞ്ചിലാണോ അല്ലെങ്കിൽ അതേ പ്രൊപ്പോർഷനിലാണോ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇക്വിറ്റിനെക്കാളും കുറവാണോ കമ്പനിയുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഡെപ്റ്റ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ പേരിലുണ്ട്. നിങ്ങൾക്ക് ഈ PDF ആണോ അല്ലെങ്കിൽ ഇതിൽ തന്നെയാണോ കംഫർട്ടബിൾ? രണ്ടും ഓക്കെയാണ് സർ. ഓക്കെയാണല്ലേ? ഓക്കെ, സോ ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിന്റെ ഫിനാൻസിങ്ങിൽ എത്രയാണ് ക്രെഡിറ്റേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സ് വഴി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബിലിറ്റീസ് ആണ് ഉദ്ദേശിച്ചത്, ടോട്ടൽ ലാബിലിറ്റീസ്. അതിൽ കറന്റ് ലാബിലിറ്റീസ് ഉണ്ടാവും, നോൺ കറന്റ് ലാബിലിറ്റീസ് ഉണ്ടാവും. നോൺ കറന്റ് ലാബിലിറ്റീസിലാണ് നമ്മൾ ലോങ് ടേം ലോൺസും നമ്മളെ ബോണ്ട്സ് ഇഷ്യൂ ചെയ്തൊക്കെ വരിക. നമ്മുടെ ലോങ് ടേം ലാബിലിറ്റീസ്, നമ്മുടെ ഡെപ്റ്റുകളൊക്കെ ടോട്ടൽ ലാബിലിറ്റീസിന്റെ അകത്താണ് വരിക. നമ്മുടെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഓൺ ഫണ്ടാണ് നമ്മുടെ ടോട്ടൽ ഇക്വിറ്റിയിൽ വരിക.
അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി, ഓക്കെ, നമ്മുടെ ഡെപ്റ്റും നമ്മുടെ ഇക്വിറ്റിയും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ റേഷ്യോ യൂസ് ചെയ്യാൻ പറ്റുക. നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ടോട്ടൽ ഇക്വിറ്റിയിലെ എത്ര പെർസെന്റേജ് ആണ് ലാബിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഡെപ്റ്റ്. ഓക്കെ, ഈ റേഷ്യോ 1/1 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ റേഷ്യോ 1 ആണെന്ന് അർത്ഥം. 1 എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കമ്പനി യൂസ് ചെയ്തിരിക്കുന്ന ഇക്വിറ്റിയും സെയിം ആണ്, ലാബിലിറ്റീസും സെയിം ആണ്, 50-50%. ഓക്കെ, ഇനി ഈ റേഷ്യോ 1നേക്കാൾ ചെറുതാവാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇക്വിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ ലാബിലിറ്റീസ് കുറച്ച് കുറവാണ്. 0.5 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 0.5/1 എന്ന് പറഞ്ഞാൽ 0.5 ആണ് റേഷ്യോ വരാം. അതായത് കമ്പനി യൂസ് ചെയ്യുന്ന ടോട്ടൽ ഓണേഴ്സ് ഫണ്ടിന്റെ പകുതിയെ അവർക്ക് ഉള്ള ഡെപ്റ്റ് ഉള്ളൂ. ഓക്കെ, ഇനി 2 ആണെങ്കിലോ? ഇവിടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്നുള്ള റേഷ്യോ 2 ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്നുള്ളത് ടോട്ടൽ ലാബിലിറ്റീസ് 2/1 അല്ലെങ്കിൽ 2 lakh ഡിവൈഡ് ബൈ 1 lakh ഒക്കെ ആണെങ്കിൽ 2 ആണ് നമ്മുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരാം. അതായത് കമ്പനി ഓൺ ചെയ്യുന്ന ഓരോ റുപ്പീസ് ആയിട്ടുള്ള ഈ ഓണേഴ്സ് ഫണ്ടിനും അതിന്റെ 2 ടൈംസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് അവർക്ക് ലാബിലിറ്റി ഉണ്ട്. ഓക്കെ, അവർ യൂസ് ചെയ്യുന്ന ഇക്വിറ്റിന്റെ ഡബിള് അവർക്ക് എന്തുണ്ട്? ലോങ് ടൈം ലാബിലിറ്റി ആയിട്ട് ഡെപ്റ്റ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കൂടുതൽ ഡെപ്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈക്വൽ പ്രൊപ്പോർഷനിൽ ആണോ അല്ലെങ്കിൽ ഇക്വിറ്റിനെക്കാളും കുറവാണോ ലാബിലിറ്റി, അതൊക്കെ നോക്കിയിട്ട് കമ്പനിക്ക് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ യൂസ് ചെയ്താൽ. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇക്വിറ്റിയും അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഡെപ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ ലാബിലിറ്റീസ്, അതായത് കറന്റ് ലാബിലിറ്റീസും നോൺ കറന്റ് ലാബിലിറ്റീസും ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ലാബിലിറ്റീസ് നമ്മൾ ഇക്വിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കിട്ടും. ക്ലിയർ ആണോ? Yes, sir. Yes, ക്ലിയർ sir. ആണ്, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വൺ ലിസ്റ്റ് ചെയ്യുക, സെപ്പറേറ്റ് എടുത്ത് ചെയ്താൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. എന്താണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് ചെയ്താൽ ദ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഈസ് എ കമ്പാരിസൺ ഓഫ് ഹൗ മച്ച് ഓഫ് ദി ഫിനാൻസിംഗ് ഓഫ് അസറ്റ്സ് കംസ് ഫ്രം ക്രെഡിറ്റേഴ്സ് വിത്ത് ദ എമൗണ്ട് ഓഫ് ഫിനാൻസിംഗ് ദാറ്റ് കംസ് ഫ്രം ഓണേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി. ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് വരുന്ന ഫിനാൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി രൂപത്തിലായിരിക്കും. ഓക്കെ, അത് എത്രയാണ്? അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വരുന്ന ഫിനാൻസിങ് അതായത് ഡെപ്റ്റ് അത് എത്രയാണ്? അതിന്റെ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റേഷ്യോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ താഴെ എഴുതാം. ടോട്ടൽ ലാബിലിറ്റീസ് എന്ന് ഉദ്ദേശിച്ചത് കറന്റ് ലാബിലിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ നോൺ കറന്റ് ലാബിലിറ്റിയും ഉണ്ട്.
ഇതായിരുന്നോ? Yes, sir. ഓക്കെ. സോ എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഓൺ ചെയ്യുന്ന ഇക്വിറ്റീസിന്റെ എത്ര പ്രൊപ്പോർഷൻ ആണ് ലാബിലിറ്റീസ് ഉള്ളത്, അതായത് ഡെപ്റ്റ് ഉള്ളത്. ആ ഡെപ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ കറന്റ് ലാബിലിറ്റീസ് ഉണ്ട്, നോൺ കറന്റ് ലാബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ലോങ് ടേം ലാബിലിറ്റീസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോൾവൻസി റേഷ്യോ ആണ്, അതായത് ലോങ് ടേം ലാബിലിറ്റീസ് വീട്ടാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഡെപ്റ്റ് ടു ഇക്വിറ്റിനെ നമ്മൾ കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ആ ടോട്ടൽ ലാബിലിറ്റീസിലെ ജസ്റ്റ് ആ കറന്റ് ലാബിലിറ്റീസ് ഒന്നിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ലോങ് ടൈം ലാബിലിറ്റീസ് മാത്രം, അത് നമ്മുടെ ഇക്വിറ്റിന്റെ എത്ര പെർസെന്റേജ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഇക്വിറ്റിനെക്കാട്ടി കൂടുതലാണോ കുറവാണോ, അതിന്റെ ഒരു പ്രൊപ്പോർഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് റേഷ്യോ അഥവാ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ പഠിക്കുന്നത്. ഓക്കെ, ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. സോ അതിന്റെ പേരിൽ തന്നെ ഡിഫറൻസ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റിന്റെ എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് നമ്മുടെ കമ്പനി ഓൺ ചെയ്യുന്ന ടോട്ടൽ ലാബിലിറ്റീസ്. അതിൽ നോൺ കറന്റ് ലാബിലിറ്റീസിലും വരാം, കറന്റ് ലാബിലിറ്റീസിലും വരാം. ഓക്കെ, പക്ഷെ നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയിലേക്ക് വരുമ്പോൾ the long term debt to equity ratio measures how much long term debt a company has compared to its total equity. കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ എത്ര ലോങ് ടേം ഡെപ്റ്റ് ആണ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്ര കടമാണ് ലോങ് ടേമിൽ വീട്ടാനുള്ളത്. ഓക്കെ, അതാണ് കുറച്ചും കൂടി മീനിങ് നമുക്ക് പറയാനാണെങ്കിൽ. ഓക്കെ, രണ്ടും മീനിങ് ആണ്. സോ ഡെപ്റ്റ് ടു ഇക്വിറ്റിയും ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ടോട്ടൽ ലാബിലിറ്റീസ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിലെ ടോട്ടൽ ലാബിലിറ്റീസിലെ അഥവാ ടോട്ടൽ ഡെപ്റ്റിലെ കറന്റ് ലാബിലിറ്റീസ് ലെസ് ചെയ്തിട്ടുള്ള നോൺ കറന്റ് ലാബിലിറ്റീസ് മാത്രമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്, ലോങ് ടേം ഡെപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനി ഓൺ ചെയ്യുന്ന ഓണേഴ്സ് ഫണ്ടിനെ എത്ര പ്രൊപ്പോർഷനാണ് ആ കമ്പനി ഹോൾഡ് ചെയ്യുന്ന നോൺ കറന്റ് ലാബിലിറ്റീസ്, ലോങ് ടേം ലോൺസ് വരാം, ബോണ്ട്സ് ഇഷ്യൂ ചെയ്ത് വരാം. ഓക്കെ, അതൊക്കെ കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ്, അല്ലെങ്കിൽ എത്ര ടൈംസ് ആണെന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ പഠിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? Yes, sir. Yes, sir. ഓക്കെ, ഒന്നുകൂടി പറയാം. ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ദി ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ മെഷേഴ്സ് ഹൗ മച്ച് ലോങ് ടേം ഡെപ്റ്റ് എ കമ്പനി ഹാസ് കമ്പയർഡ് ടു ഇറ്റ്സ് ടോട്ടൽ ഇക്വിറ്റി. അപ്പോൾ കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര, അല്ലെങ്കിൽ ടോട്ടൽ ഇക്വിറ്റിനെ എത്ര ടൈംസ് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് കമ്പനിക്കുള്ള ലോങ് ടേം ഡെപ്റ്റ്. ഓക്കെ, ഈ റേഷ്യോ 1 കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂമറേറ്റർ കൂടുക എന്ന് അർത്ഥം. അതായത് ഇക്വിറ്റിനേക്കാൾ കൂടുതൽ ലാബിലിറ്റീസ് ഉണ്ടാവുക, ലോങ് ടേം ലാബിലിറ്റീസ് ഉണ്ടാവാന്നതിന്റെ അർത്ഥം. ഓക്കെ, ഈ റേഷ്യോ 1/1 ആണെങ്കിൽ അഥവാ 1 ആണെങ്കിൽ ടോട്ടൽ ഇക്വിറ്റിയും അല്ലെങ്കിൽ ടോട്ടൽ നോൺ കറന്റ് ലാബിലിറ്റിയും സെയിം ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി 1 ചെറുതാണെങ്കിൽ ഇക്വിറ്റിനെക്കാളും ചെറുതാണ് ലോങ് ടേം ലാബിലിറ്റീസ് എന്നാണ് നമുക്ക് അർത്ഥം. ഓക്കെ, പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. സോ ഒരു കമ്പനിയുടെ ഇക്വിറ്റിയും ആ കമ്പനിയുടെ ലോങ് ടേം ലാബിലിറ്റീസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ പഠിക്കുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് എന്നുള്ള ഹെഡിങ് ചെയ്ത ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ചെയ്ത ഈ ഫസ്റ്റ് പോയിന്റ് ചെയ്ത ഇക്വേഷൻ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരാം, ഇത് എഴുതണ്ട. ഇതന്നാണ് ഇക്വേഷൻ, വേറെ രീതിയിൽ എഴുതാം. ഓക്കെ, ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് ഹെഡിങ് ചെയ്ത long term debt to equity ratio measures how much long term debt a company has compared to its total equity. ഇക്വേഷൻ എഴുതണ്ട, ഇക്വേഷൻ ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്ത് തരാം. ഈ പോയിന്റ് കൂടി വരും. റേഷ്യോ ഗ്രേറ്റർ ദാൻ 1:1. ഓക്കെ, അഥവാ 1 ഗ്രേറ്റർ ആണ്, 1 ഗ്രേറ്റർ ആണ്, 1 ഗ്രേറ്റർ ആണ് നമ്മുടെ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റിനെക്കാട്ടി കൂടുതൽ ലോങ് ടേം ഡെപ്റ്റ് വരാന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലോങ് ടേം റേഷ്യോ ഗ്രേറ്റർ ദാൻ 1:1, അതായത് 1 ഗ്രേറ്റർ ആയിട്ടുള്ള ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മോർ റിലയൻസ് ഓൺ, റിലയൻസ് അല്ല റിലൈങ് ആണ് കേട്ടോ,
മോർ റിലൈങ് ഓൺ ലോങ് ടേം ഡെറ്റ് ഫിനാൻസിങ് ദാൻ ഓൺ ഇക്വിറ്റി ഫിനാൻസിങ്. ആ കമ്പനി ഇക്വിറ്റി വഴി റേസ് ചെയ്തിട്ടുള്ള ഫിനാൻസിനേക്കാൾ കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലൈ ചെയ്യുന്നത് ലോങ് ടേം ഡെപ്റ്റിനാണ്. ഓക്കെ, വണ്ണിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഈ ന്യൂമറേറ്റർ ആയിരിക്കും കൂടുതൽ. ഓക്കെ, ടോട്ടൽ ലാബിലിറ്റീസ് ആയിരിക്കും കൂടുതൽ. A ratio greater than 1:1 indicates more relying on long-term debt financing than on equity financing. എഴുതിയായിരുന്നോ? ആരാണ്? കഴിഞ്ഞു Yes, സർ. sir. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോന്റെ ഇക്വേഷൻ ഞാൻ പറയുക. അവിടെ എഴുതുന്നതാണ് ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ചെയ്താണ്. ഓക്കെ, ഈ ലോങ് ടേം ഡെപ്റ്റിൽ നോൺ കറന്റ് ലയബിലിറ്റി മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി ഈ ലോങ് ടേം ഡെപ്റ്റ് എങ്ങനെ നമുക്ക് കിട്ടുക? ലോങ് ടേം ഡെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ ഡെപ്റ്റിലെ, അതായത് ടോട്ടൽ ലാബിലിറ്റീസിന് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ലാബിലിറ്റീസിന് കറന്റ് ലയബിലിറ്റീസ് ലെസ്. കറന്റ് ലാബിലിറ്റീസ് ലെസ് ചെയ്താൽ മതി. ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ചെയ്താൽ മതി. ലോങ് ടേം ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ടോട്ടൽ ലാബിലിറ്റീസിൽ നിന്നും കറന്റ് ലാബിലിറ്റി ലെസ് ചെയ്യും. സോ നമുക്ക് എത്രയാണ് ലോങ് ടേമിൽ നമ്മൾ വീട്ടേണ്ട കടങ്ങൾ, എത്രയാണ് ലോങ് ടേം ബോൺസ് ഇഷ്യൂ ചെയ്ത് എത്രയാണ്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് നമ്മളെ കമ്പനി ഓൺ ചെയ്യുന്ന ഇക്വിറ്റിന്റെ എത്ര ടൈംസ് ആണ്. എഴുതിയോ? യെസ് സർ. ഓക്കെ, സോ നമ്മൾ സോൾവൻസി റേഷ്യോയിലെ ഫസ്റ്റ് വൺ നമുക്ക് ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചെയ്യാം. ഒറ്റയടിക്ക് മൂന്നിന്റെയും ക്വസ്റ്റ്യൻ ചെയ്യാം. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് നമ്മൾ നോക്കി. നമ്മളെ കമ്പനി ഓൺ ചെയ്യുന്ന ടോട്ടൽ ഇക്വിറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് കമ്പനിയുടെ ടോട്ടൽ ലാബിലിറ്റീസ്, കറന്റ് ലാബിലിറ്റീസും നോൺ കറന്റ് ലാബിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ലാബിലിറ്റീസ് കമ്പനി ഓൺ ചെയ്യുന്ന ഇക്വിറ്റിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ യൂസ് ചെയ്ത്. അതിനെ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ട്, അതായത് അതിലെ കറന്റ് ലാബിലിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ഓൺ ചെയ്യുന്ന ഇക്വിറ്റിയുടെ എത്ര പെർസെന്റേജ് ആണ് കമ്പനിക്ക് ലോങ് ടേം ബാധ്യതകളുള്ളത്, ലോങ് ടേമിൽ അവർ വീട്ടേണ്ട കടങ്ങൾ, അവരുടെ ഇക്വിറ്റിന് എത്ര പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ യൂസ് ചെയ്തത്. ഓക്കെ, ഇനി മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ. സോ നിങ്ങൾ 3 എന്ന് പറഞ്ഞ ഹെഡിങ് ചെയ്യുക, ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. തേർഡ് വൺ സോൾവൻസി റേഷ്യോയിലെ മൂന്നാമത്തെ ലാസ്റ്റ് വൺ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ എന്ന് ഹെഡിങ് ചെയ്യുക. ഇതായിരുന്നു ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ. അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യണം.
ബാക്കി എഴുതണോ? അല്ല, ഞാൻ പറഞ്ഞിട്ട് ഹെഡിങ് മാത്രം എഴുതാം. ഓക്കെ, സോ ഞാൻ വായിക്കാം. The debt to total assets ratio measures the proportion of the company's total assets that are financed by creditors. An indication of the company's long-term debt repayment ability. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ അസറ്റ്സിൽ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് നമുക്ക് രണ്ട് രീതിയിലാണ് ഒരു അസറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ ലാബിലിറ്റീസുമായി, ഡെപ്റ്റുമായി. ഓക്കെ, ലാബിലിറ്റീസിനെ ഞാൻ ഡെപ്റ്റ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഇക്വിറ്റി, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കൂടുതൽ ഇക്വിറ്റി യൂസ് ചെയ്യുന്ന കമ്പനിയാണ് കുറച്ചും കൂടി സേഫർ, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിൾ നമുക്ക് പറയാൻ പറ്റൂല. കാരണം കൂടുതൽ ലാബിലിറ്റിനെ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ, കൂടുതൽ ലാബിലിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് ഇൻസോൾവൻസി വരാൻ ചാൻസ് ഉണ്ട്. അതായത് അവരുടെ ബാധ്യതകൾ വീട്ടാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ, അവരുടെ ഇൻട്രസ്റ്റ് അടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അത് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ നമ്മൾ എന്താ മെഷർ ചെയ്യാന്ന് വെച്ചാൽ, ദ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ മെഷേഴ്സ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദ കമ്പനീസ് ടോട്ടൽ അസറ്റ്സ് ദാറ്റ് ആർ ഫിനാൻസ്ഡ് ബൈ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിൽ അല്ലെ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിന് എത്ര പെർസെന്റേജ് ആണ് ഫിനാൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഡെപ്റ്റിൽ. ഓക്കെ, ആൻഡ് ഇൻഡിക്കേഷൻ ഓഫ് ദി കമ്പനീസ് ലോങ് ടേം ഡെപ്റ്റ് റീപേയ്മെന്റ് എബിലിറ്റി. ഓക്കെ, ഈ റേഷ്യോ 1 ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഈ റേഷ്യോ 1 ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ടോട്ടൽ ലാബിലിറ്റീസ് ബൈ ഇക്വിറ്റി, ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആണ്. അതായത് ഒന്നുകൂടി ഇതാക്കി പറഞ്ഞാൽ കമ്പനിയുടെ സോൾവൻസി സോൾവൻസി കൂടുതലാണോ കുറവാണോ? സെയിം. അങ്ങനല്ലേ ചോദിച്ചത്? കുറവ്. അങ്ങനല്ലേ ചോദിച്ചത്? ടോട്ടൽ ലാബിലിറ്റീസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്നുള്ള ഈ ഒരു ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ 1 ഡിവൈഡ് ബൈ 1 ആണെങ്കിൽ, അതായത് 1 lakh ഡിവൈഡ് ബൈ 1 lakh, അതിന്റെ റേഷ്യോ 1 ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞോട്ടെ കേക്കട്ടെ. 50% ടോട്ടൽ ലയബിലിറ്റീസും യൂസ് ചെയ്തു, ടോട്ടൽ അസറ്റ് 50%. 50% എന്നുള്ള അർത്ഥമാണോ? അതെങ്ങനെയാ വരുന്നത്? ടോട്ടൽ ലാബിലിറ്റീസ് അതായത് നമ്മുടെ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണോ? ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഓക്കെ, ടോട്ടൽ ലാബിലിറ്റീസ് ഇവിടെ 10 lakh, ടോട്ടൽ അസറ്റ് 10 lakh. അതിന്റെ അർത്ഥം എന്താ? പ്രൊപ്പോർഷൻ സെയിം ആണെന്നുള്ളത്. പ്രൊപ്പോർഷൻ സെയിം ആണ്. ആ കമ്പനിക്ക് ഇക്വിറ്റി ഉണ്ടോ? ഇക്വിറ്റി ഇക്വിറ്റി ഇല്ല. കാരണം ഇവിടെ നമ്മുടെ അസറ്റ് ഈസ് ഈക്വൽ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഒന്നെങ്കിൽ ലാബിലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ നിന്നോ ആണ് ഒരു അസറ്റ് റേസ് ആണ്. ഇവിടെ കമ്പനി ടോട്ടൽ റേസ് ചെയ്ത അസറ്റിലെ കംപ്ലീറ്റ് ലാബിലിറ്റീസ് ആണെങ്കിലോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മൊത്തം കടമെടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. ഓക്കെ, അവര് 10 ലക്ഷം ലോൺ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ബിസിനസ് തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലാബിലിറ്റീസ് 10 ലക്ഷം ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് 10 ലക്ഷം. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലേ അവർക്ക്. അവർ മൊത്തം ഡെപ്റ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യണത്. ഓക്കെ, അത്യാവശ്യം റിസ്കിയർ ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും അത്. ഓക്കെ, 10 ലക്ഷത്തിന്റെ ഇൻട്രസ്റ്റ് വീട്ടേണ്ടി വരും, അതിന്റെ റീപേയ്മെന്റും എല്ലാ വർഷവും വരും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോയിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ്, കമ്പനിയുടെ കറണ്ട് അസറ്റ്സ്, അതുപോലെ തന്നെ നോൺ കറണ്ട് അസറ്റ്സ്. അല്ലെ, കറണ്ട് അസറ്റിൽ എന്തൊക്കെ വരാന്ന് നമുക്കറിയാം. നോൺ കറണ്ട് അസറ്റിൽ പ്ലാന്റ്, പ്രോപ്പർട്ടി, എക്യുപ്മെന്റ്. കമ്പനിക്ക് ഒരുപാട് പ്ലാൻസ്, പ്രോപ്പർട്ടി, എക്യുപ്മെന്റ്, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ റേസ് ചെയ്തിട്ടുള്ള, അതിനുള്ള ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ടുള്ളത് ഒന്നെങ്കിൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി. ഓക്കെ, ഒന്നെങ്കിൽ ഓണേഴ്സിന്റെ ഫണ്ട് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോറോയുടെ ഫണ്ട് യൂസ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് കമ്പനി ബോറോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റേഴ്സുമായി? ക്രെഡിറ്റേഴ്സ് ഉദ്ദേശിച്ച ഡെപ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സൺഡി ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് പഠിച്ചില്ലേ? സോ ടോട്ടൽ അസറ്റ്സിന്റെ, കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പ്രൊപ്പോർഷൻ ആണ് കമ്പനിയുടെ ടോട്ടൽ ലാബിലിറ്റീസ് അഥവാ കമ്പനിക്ക് ഡെപ്റ്റ് ഉള്ളത് എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ റേഷ്യോ 50% എന്ന് വെച്ചാൽ ആരാന്ന് പറഞ്ഞ പോലെ 50% ലാബിലിറ്റിയും 50% ബാക്കി ഇക്വിറ്റി ആയിരിക്കും. ഓക്കെ, സോ ലോങ് ടേം നമ്മുടെ ടോട്ടൽ ലാബിലിറ്റീസ് നമ്മുടെ ടോട്ടൽ അസറ്റ്സിന് എത്ര പെർസെന്റേജ് ആണ്, നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ ഡെപ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുള്ളത്, അതിന്റെ പ്രൊപ്പോർഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ പഠിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ടോട്ടൽ ലാബിലിറ്റീസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ പഠിക്കുന്നത്. നമ്മുടെ ഡെപ്റ്റും നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ കമ്പാരിസൺ അല്ലെങ്കിൽ അതിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ പഠിക്കുന്നത്. ഇനി അടിയിലൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ഇതല്ല ഞാൻ പറഞ്ഞുതരാം. ലെൻഡേഴ്സ് ആൻഡ് അതർ ക്രെഡിറ്റേഴ്സ്. ഇവിടെ ശ്രദ്ധിച്ചോ,
ലെൻഡേഴ്സ് ആൻഡ് അതർ ക്രെഡിറ്റേഴ്സ്. ഈ ലാസ്റ്റ് പോയിന്റ് ആണ് വായിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, ലെൻഡേഴ്സ് ആൻഡ് അതർ ക്രെഡിറ്റേഴ്സ് വുഡ് ലൈക്ക് ദ ഡെപ്റ്റ് വുഡ് ലൈക്ക്, അവർ എന്താണ് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ദ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ ടു ബി ആസ് ലോ ആസ് പോസിബിൾ. ഓക്കെ, ഇത് ഈ ഒരു റേഷ്യോ ഏറ്റവും കുറവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആർക്ക് ആഗ്രഹം ഉണ്ടാവുക? ലെൻഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും. എന്തുകൊണ്ടാണ്? ബിക്കോസ് എ ലോവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എ ലോവർ റിസ്ക് ഓഫ് ദ കമ്പനീസ് ഡിഫോൾട്ടിംഗ് ഓൺ ഇറ്റ്സ് ഡെപ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഞാനൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കമ്പനി ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് ഡെപ്റ്റും കുറച്ച് ഇക്വിറ്റി ഒക്കെ ഉണ്ട്. സോ ഞാൻ വീണ്ടും എനിക്ക് കമ്പനി ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. എനിക്ക് കുറച്ചുകൂടി മെഷീനറീസ് വാങ്ങണം, പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങണം, കുറച്ചുകൂടി ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് ഫണ്ട് വേണം. സോ ഞാനൊരു ക്രെഡിറ്റർ അല്ലെങ്കിൽ ലെൻഡറെ അപ്രോച്ച് ചെയ്തു. ബാങ്കോ ബോണ്ട് ഇഷ്യൂ ചെയ്യണോ ആരെങ്കിലും ആയിക്കോട്ടെ. സോ ഡെപ്റ്റ് വഴി ഞാൻ കുറച്ച് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെന്താ ആഗ്രഹിക്കുക? എന്റെ കമ്പനിയുടെ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ എത്രത്തോളം കുറവാണോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും, അത്രത്തോളം ഹാപ്പി ആയിരിക്കും അവർ. കാരണം എന്താ? ഈ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ കുറവാന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ ചെറിയൊരു പോർഷനെ നമുക്ക് ലാബിലിറ്റീസ് ഉള്ളൂ എന്ന് അതിന്റെ അർത്ഥം, ഡെപ്റ്റ് ഉള്ളൂ എന്ന് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ, ഇവന്റെ കമ്പനി അത്യാവശ്യം സ്റ്റേബിൾ ആണ്, ഇവർക്ക് ഞാൻ പുതിയൊരു ലോൺ കൊടുത്താൽ അത് വീട്ടാനുള്ള എബിലിറ്റി ലോങ് ടേമിൽ അവർക്ക് ഉണ്ടാവും. കാരണം കൂടുതൽ ഡെപ്റ്റ് അവന്റെ കമ്പനിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ ഒരു ലെൻഡേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടിരിക്കാനായിരിക്കും അവർക്ക് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണം? എ ലോവർ റിസ്ക് ഓഫ് കമ്പനീസ് ഡിഫോൾട്ടിംഗ് ഓൺ ഡെപ്റ്റ്. ഓക്കെ, ഡെപ്റ്റിന്റെ ഡിഫോൾട്ട് വരാൻ, അതായത് ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് മുടങ്ങാതിരിക്കുക, മുടങ്ങുക, അതുപോലെ പ്രിൻസിപ്പൽ എമൗണ്ട് മുടങ്ങുക, ആ ഒരു ഡിഫോൾട്ട് സംഭവിക്കുന്നതിന്റെ റിസ്ക് വളരെ കുറവായിരിക്കും. നമ്മളെ ഡെപ്റ്റ് കുറഞ്ഞാൽ അതിന്റെ റിസ്ക്കും കുറവായിരിക്കും. ഓക്കെ, നമുക്ക് ഡെപ്റ്റ് കുറവാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറവായിരിക്കും, നമ്മളുടെ ഡിഫോൾട്ട് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, നമ്മൾ കൂടുതൽ ലാബിലിറ്റീസ്, കൂടുതൽ ഡെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ പേ ചെയ്തിരിക്കണം. നമ്മളെ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും, ഓക്കെ, നമ്മൾ ഒരു സെയിൽസ് നടത്തിയിട്ടില്ലെങ്കിലും, നമ്മൾ ഒരു യൂണിറ്റ് വിറ്റിട്ടില്ലെങ്കിലും, നമ്മൾ ഒരു ഓപ്പറേഷനും ആ കമ്പനി ആ ഒരു വർഷം നടത്തിയിട്ടില്ലെങ്കിലും ഫിക്സഡ് ആയിട്ട് നമ്മൾ ലാബിലിറ്റീസിന് എന്ത് കൊടുത്തോണ്ടിരിക്കണം? നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, സോ കൂടുതൽ ലാബിലിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ റിസ്ക്കാണ്. സോ ലെൻഡേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ എന്തിനാ ആഗ്രഹിക്കുക? അവര് ഒരു കടം കൊടുക്കാൻ പോകുന്ന ആ ഒരു കമ്പനിക്ക് കറന്റ് ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ എത്രത്തോളം കുറവാണോ അത്രത്തോളം അവർക്ക് ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ 10% എന്ന് പറഞ്ഞാൽ 10% പറഞ്ഞാൽ 0.10 എന്ന് പറഞ്ഞാൽ എന്റെ ടോട്ടൽ അസറ്റ്സിന്റെ വെറും 10% എനിക്ക് കടമുള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ ഓണേഴ്സിന്റെ ഫണ്ടാ, അതതിന്റെ അർത്ഥം. അപ്പം ഈ പോയിന്റിന്റെ അർത്ഥം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിന്റെ? കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ആരാധന, അക്ഷരം? Sir. Yes, sir. Yes, sir. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിന്റെ അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ എത്ര പ്രൊപ്പോർഷൻ ആണ് കമ്പനിക്ക് കടമായിട്ട് വന്നിട്ടുള്ളത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഹെഡിങ് ചെയ്ത ഫസ്റ്റ് പോയിന്റ് ഇതാണ്. The debt to total asset ratio measures the proportion of the company's total assets that are financed by creditors and indication of the company's long-term debt to repayment ability. Debt to total asset ratio എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ടോട്ടൽ ലാബിലിറ്റീസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ്. ഇനി ലാസ്റ്റ് പോയിന്റ്, ലെൻഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് വുഡ് ലൈക്ക് ദി ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ to be as low as possible because a lower ratio indicates a lower risk of the company's defaulting on its debt. എഴുതി കഴിഞ്ഞാൽ പറയണം, നമുക്കൊരു ചെറിയൊരു എക്സാമിനേഷൻ ചെയ്യാം.
കഴിഞ്ഞായിരുന്നോ? Yes, sir. കഴിഞ്ഞു. ആരാധന? Yes, sir. കഴിഞ്ഞു. സോ നമുക്ക് നമ്മളോട് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് റേഷ്യോ, അതായത് നമ്മുടെ ടോട്ടൽ 5 ടൈപ്സ് ഓഫ് റേഷ്യോസിൽ ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആക്ടിവിറ്റി റേഷ്യോസ് 10 നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് 7 ഡിസ്കസ് ചെയ്തു. ഇനി റിമൈനിങ് ആയിട്ടുള്ളതാണ് ലീവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി ആൻഡ് ഏർണിംഗ് കവറേജ് റേഷ്യോസ്, പിന്നെ മാർക്കറ്റ് റേഷ്യോസ്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, കാരണം അതിലാണ് അത്യാവശ്യം ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കുന്നത്. ലീവറേജ് റേഷ്യോസ് ആണ് കമ്പാരിറ്റീവ്ലി ഈ 3 റേഷ്യോസിൽ കുറച്ചൊന്ന് ഇന്നർ കോൺസെപ്റ്റ് വരുന്ന ഐറ്റം. നമ്മളിപ്പോൾ പഠിച്ചത് സോൾവൻസി റേഷ്യോസ് ആണ്. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മിക്കവാറും ഏർണിംഗ്സ് കവറേജ് റേഷ്യോസ് ആയിരിക്കും. മൺഡേ ആയിരിക്കും നമ്മൾ ലീവറേജ് റേഷ്യോസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോൾവൻസി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ലോങ് ടേം ലയബിലിറ്റീസ് വീട്ടാനുള്ള എബിലിറ്റി കമ്പനിക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കമ്പനിക്ക് സോൾവൻസി ഉണ്ടോ, സോൾവൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലോങ് ടേം ലയബിലിറ്റീസ് വീട്ടാനുള്ള എബിലിറ്റി ഉണ്ടോ, അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഷ്യോസ് യൂസ് ചെയ്യുന്നത്, സോൾവൻസി റേഷ്യോസ്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ നോക്കി. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിന്റെ അല്ലെങ്കിൽ ടോട്ടൽ ഫിനാൻസിലെ എത്ര പ്രൊപ്പോർഷൻ ആണ് ഡെപ്റ്റ്, എത്ര പ്രൊപ്പോർഷൻ ആണ് ഇക്വിറ്റി, ആ ഒരു പ്രൊപ്പോർഷൻ, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് അവരുടെ ക്യാപിറ്റലിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്? ടോട്ടൽ ഡെപ്റ്റ് ആണോ അല്ലെങ്കിൽ ടോട്ടൽ ഇക്വിറ്റി ആണോ, ഇനി ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണോ, എങ്കിൽ എത്ര പ്രൊപ്പോർഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചത്. ഇനി സോൾവൻസി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് ദ കമ്പനി ടു പേ ഇറ്റ്സ് ലോങ് ടേം ഒബ്ലിഗേഷൻ ആസ് ദ ബിക്കം ഡ്യൂ. എ കമ്പനി ഈസ് സോൾവെന്റ് ഇഫ് അസറ്റ്സ് ആർ ഗ്രേറ്റർ ദാൻ സം ഓഫ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ. ഡെപ്റ്റിനെക്കാളും കൂടുതൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡെപ്റ്റിന്റെ കൂടെ കുറച്ച് ഇക്വിറ്റി കൂടി ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ അസറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ആ കമ്പനി കുറച്ച് സോൾവെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അസറ്റും ഡെപ്റ്റും ഈക്വൽ ആണെന്ന് വെച്ചാൽ ഫുൾ അസറ്റ് റേസ് ചെയ്തിട്ടുള്ളത് ആ കമ്പനി ഫുൾ റൺ ചെയ്യുന്നത് ഡെപ്റ്റിലാണെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കുറച്ച് റിസ്കിയർ ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഞാൻ ലാസ്റ്റിലുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. എ കമ്പനി വിത്ത് മോർ ഇക്വിറ്റി ദാൻ ഡെപ്റ്റ്. ഓക്കെ, ഡെപ്റ്റിനെക്കാളും കൂടുതൽ ഇക്വിറ്റി ഉള്ള കമ്പനിയാണ് മോർ സ്റ്റേബിൾ ആൻഡ് സോൾവൻ കമ്പയർഡ് ടു എ കമ്പനി വിത്ത് മോർ ഡെപ്റ്റ് ദാൻ ഇക്വിറ്റി. ഇക്വിറ്റിനെക്കാളും കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യണ, ഡെപ്റ്റ് വെച്ചിട്ട് ബിസിനസ് റൺ ചെയ്യണ കമ്പനീന്റെ കാളും കുറച്ചും കൂടി സേഫർ ആണ് കൂടുതൽ ഓണേഴ്സ് ഫണ്ട് യൂസ് ചെയ്യണം, അഥവാ ഡെപ്റ്റ് കുറച്ച് യൂസ് ചെയ്യുന്ന കമ്പനീസ്. ബൈജൂസ് ഓർമ്മല്ലേ? ബൈജൂസിന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ റിസ്ക്, അവർക്ക് ഹൈ ഡെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അവരുടെ ഹൈ അഡ്വർടൈസ്മെന്റ്സ്, കൂടുതൽ അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു, അവരുടെ ക്ലാസ്സിന്റെ രീതി, ഓക്കെ, അതൊക്കെ പെർഫെക്റ്റ് ആണ് അവരുടെ ഓപ്പറേഷൻസ്. പക്ഷെ അവരുടെ ഫിനാൻസ് അവർ ഓവർ ശ്രദ്ധിക്കാതെ പോകേണ്ടതാണ്. അവരുടെ വാല്യുവേഷൻസിൽ വന്ന മിസ്റ്റേക്ക്, പിന്നെ ഇൻവെസ്റ്റേഴ്സിന് അവർ വാഗ്ദാനം ചെയ്ത ഹൈ റിട്ടേൺസ്, ഓക്കെ, കൂടുതൽ ഡെപ്റ്റ് വൈ ക്യാപിറ്റൽ റേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് അവരുടെ ആ ഒരു ബിസിനസ് പൊട്ടിപ്പോകാൻ കാരണം. സോ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനിക്ക് റിസ്ക് ആണ്. ഓക്കെ, ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ എന്താ ചിന്തിക്കുക? കുറച്ച് ഡെപ്റ്റ് ഉള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ, എന്നാലേ നമ്മളെ ക്യാപിറ്റൽ സേവ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഡെപ്റ്റ് കൂടാന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇൻസ്റ്റബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ബേർഡൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്കുകൾ ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സോ കമ്പനീസിന് അവരുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ലയബിലിറ്റീസ് ഇൻ ദ സെൻസ് ലോങ് ടൈം ലയബിലിറ്റീസ് ഡെപ്റ്റ് വീട്ടാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവൻസി റേഷ്യോസ് പഠിച്ചത്. ഫസ്റ്റ് വൺ, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. നമ്മുടെ ടോട്ടൽ ഇക്വിറ്റീസിന് എത്ര പെർസെന്റേജ് ആണ് ടോട്ടൽ ലയബിലിറ്റീസ്, കറന്റ് ലയബിലിറ്റീസും ലോങ് ടൈം ലയബിലിറ്റീസും. സെക്കൻഡ് വൺ ആണ് ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി. കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ട് നമ്മുടെ ടോട്ടൽ ഇക്വിറ്റിയിലെ എത്ര പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് നമുക്ക് ടോട്ടൽ ഡെപ്റ്റ് ആയിട്ടുള്ളത്. ടോട്ടൽ ഡെപ്റ്റ് ഇൻ ദ സെൻസ് ടോട്ടൽ ഡെപ്റ്റ് അല്ല, ടോട്ടൽ ലോങ് ടേം ഡെപ്റ്റ് ആയിട്ടുള്ളത്. കറന്റ് ലയബിലിറ്റീസ് ലെസ് ചെയ്തിട്ട് നോൺ കറന്റ് ലയബിലിറ്റീസ് നമുക്ക് എത്ര ഉണ്ട് ഇക്വിറ്റിനായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ അസറ്റ് റേഷ്യോ, ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോയിൽ നമ്മൾ പഠിച്ചത്
നമ്മളെ ബിസിനസിന്റെ ടോട്ടൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അസറ്റ്സ് ആണ്. അതായത് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്, ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ആണ് നമ്മുടെ ടോട്ടൽ അസറ്റ്സ് അല്ലെ. ആ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പ്രൊപ്പോർഷൻ നമുക്ക് കട ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ആയിട്ടുണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ പഠിച്ചത്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കമ്പനിയുടെ ലോങ് ടേം ലയബിലിറ്റീസ് വീട്ടാനുള്ള എബിലിറ്റി അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 റേഷ്യോസ് പഠിച്ചത്. ഓക്കെ, ഞാൻ ഇനി സിമ്പിൾ ആയിട്ട് എന്താണ് ഈ റേഷ്യോസ് നമ്മൾ മെഷർ ചെയ്യണതെന്ന് നമ്മൾ പഠിച്ചാണ്, എന്നാലും ഒരു ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഞാൻ 3 റേഷ്യോയും കമ്പയർ ചെയ്തിട്ട് ഒന്ന് എഴുതി തരാം. എന്നിട്ടൊരു ചെറിയൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ റേഷ്യോ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനീസിന്റെ ഡെപ്റ്റ് എത്ര ഉണ്ട് കമ്പയർഡ് ടു ഓണേഴ്സ് ഫണ്ട്. ഇക്വിറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എത്ര ടോട്ടൽ ലെഫ്റ്റ് ഉണ്ട്. ഇനി ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റർപ്രൈസ് ചെയ്യുന്നത് വെച്ചാൽ ലോങ് ടേം ലോൺസ് കമ്പയർഡ് ടു ഇക്വിറ്റി. ലോങ് ടേം ലോൺസ് ഉദ്ദേശിച്ചാൽ അവിടെ നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. നോർമലി ലോങ് ടേം ലോൺസും ലോങ് ടേം ബോൺസും ആണ് നമ്മുടെ നോൺ കറന്റ് ലയബിലിറ്റീസ് ഉണ്ടാവുക. ലോങ് ടേം ലോൺസ് കമ്പയർഡ് ടു ഇക്വിറ്റി, നമ്മുടെ ഇക്വിറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കമ്പനീസിന് എത്ര ലോങ് ടേം ലോൺസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇനി ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് അസറ്റ്സ് ഫിനാൻസ്ഡ് ബൈ ഡെപ്റ്റ്. നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡെപ്റ്റ് വഴി ഫിനാൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെപ്റ്റ് വഴി നമ്മൾ റേസ് ചെയ്ത ക്യാപിറ്റൽ നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് സോൾവൻസി റേഷ്യോ അഥവാ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ നമ്മൾ പഠിക്കണം. എഴുതിയായിരുന്നോ? Yes, sir. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്താൽ ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നുണ്ട്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ടോട്ടൽ അസറ്റ്സ് 20 lakh ആണ്. ടോട്ടൽ ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി 20 lakh ആണ്. 20 lakh ആയിരിക്കുമല്ലോ. അസറ്റ്സ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ലയബിലിറ്റീസ് മാത്രം മതി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കറന്റ് ലയബിലിറ്റി 1 lakh ആണ്. ലോങ് ടേം ലയബിലിറ്റി 3 lakh ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ടോട്ടൽ ലയബിലിറ്റി എന്നുള്ളത് ടോട്ടൽ ലയബിലിറ്റീസ് ഉള്ളത് 4 lakh ആയിരിക്കും. സോറി ചെറിയ മിസ്റ്റേക്ക്. ടോട്ടൽ അസറ്റ് 20 lakh അല്ല 10 lakh ആണ്. ഒന്ന് റിവൈറ്റ് ചെയ്യണം. ടോട്ടൽ അസറ്റ് 10 lakh ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി 10 lakh ആണ്. എന്റെ ഇക്വിറ്റി എത്ര ആയിരിക്കും?
6 lakh. 6 lakh. 6 lakh. അതെ, 6 lakh ആണ് ഇൻഡിക്കേറ്റർ. ഇതാണ് ഞാൻ ടോട്ടൽ അസറ്റ് ബിസിനസിന് വേണ്ടി ഞാൻ ടോട്ടൽ റേസ് ചെയ്തിട്ടുള്ള ടോട്ടൽ അസറ്റ്സ് 10 lakh. അതില് 4 lakh ഞാൻ റേസ് ചെയ്തിട്ടുള്ളത് ലയബിലിറ്റീസ് ഡെപ്റ്റ് വഴിയാണ്. ബാക്കി 6 lakh ഇക്വിറ്റി വഴിയാണ് റേസ് ചെയ്തത്. ടോട്ടൽ ലയബിലിറ്റീസിലെ ഒരു 1 lakh കറന്റ് ലയബിലിറ്റി ആണ്. ബാക്കി 3 lakh ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. ഇതാണ് ഇതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതാണ് ഇതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ഞാൻ ബാലൻസ് ഷീറ്റിലെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ എനിക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ മനസ്സിലായി. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, സെക്കൻഡ് ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, long term debt to equity ratio, third debt to total asset ratio. കണ്ടുപിടിച്ചു. എത്രയായിട്ട്? 0.6. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.6. 666 അങ്ങനല്ലേ? ആ 0.666 അല്ലെങ്കിൽ 66.66%. രണ്ട് രീതി. 0.66. ഓക്കെ ഓക്കെ. പിന്നെ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.5. 0.5 അല്ലെങ്കിൽ 50% അല്ലേ? ഇനി ഡെപ്റ്റ് ടു ടോട്ടൽ 50%. അസറ്റ് 0.4. 0.4 അല്ലെങ്കിൽ 40%. സിമ്പിൾ ആണ്, ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള MCQ വരാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് പഠിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര ചെറിയ സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ചെയ്യുന്നു. ടോട്ടൽ ഡെപ്റ്റ് എന്നുള്ളത് 4 lakh ആണ്. 4 lakh ഡിവൈഡഡ് ബൈ 6 lakh. ഇക്വിറ്റി എന്ന് പറയുന്നത് 6 lakh ആണ്. അങ്ങനെയാണെങ്കിൽ 4 divided by 6 ചെയ്താൽ 0.666 അല്ലെങ്കിൽ or 66.6%. ഓക്കെ, ഇനി ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി ഞാൻ എന്റെ ഈ ഒരു കമ്പനിയിൽ യൂസ് ചെയ്ത ഇക്വിറ്റിനെ എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് ലോങ് ടേം ഡെപ്റ്റ് മാത്രം, അതാണ് ചെക്ക് ചെയ്യുന്നത്. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ കറന്റ് ലയബിലിറ്റീസ് അഥവാ ലോങ് ടേം ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ചെയ്താൽ മതി. ഓക്കെ, ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഇവിടെ ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ 3 lakh ആണ്.
3 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി 6 lakh ആണ്. സോ നമ്മുടെ ടോട്ടൽ ഇക്വിറ്റിന്റെ പകുതിയാണ് നമുക്ക് വന്നിട്ടുള്ള ലോങ് ടേം ഡെപ്റ്റ് അല്ലെ, 0.5 ഓർ 50%. ഓക്കെ, ഇനി ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ, നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് ഡെപ്റ്റ് വന്നിട്ടുള്ളത് അല്ലെ. സോ ടോട്ടൽ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. നമ്മളെ ബിസിനസ്, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എത്ര പെർസെന്റേജ് ആണ് ടോട്ടൽ ലയബിലിറ്റീസ് ഉള്ളത്, ഇത്രേ ഉള്ളൂ. ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ടോട്ടൽ ഡെപ്റ്റ് 4 lakh ആണ്. കറന്റ് ലയബിലിറ്റീസും നോൺ കറന്റ് ലയബിലിറ്റീസും ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ ലയബിലിറ്റീസ് 4 lakh ആണ്. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അതാണ് നമ്മൾ ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് പറഞ്ഞാൽ 10 lakh ആണ്. 4 lakh ഡിവൈഡ് ബൈ 10 lakh 40%, അഥവാ 0.4 ഓർ 40% ആണ് നമ്മൾ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. Sir. Yes, sir. ഇനിയിപ്പോ നമുക്ക് ഒരു PDF ഉണ്ട്, ഒരു 10 ക്വസ്റ്റ്യൻ ഉള്ള. ഓക്കെ, അതിലൊരു പകുതി സോൾവൻസി റേഷ്യോന്റെ ആണ്, ബാക്കി പകുതി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. നമ്മൾ ഇന്നലെ പഠിച്ച റിട്ടേൺ ഓൺ അസറ്റ്, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ആ PDF ഞാൻ ഹോംവർക്ക് ആയിട്ട് അയക്കാം. പിന്നെ ഇത് ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇവിടുന്ന് ചെയ്യണോ അല്ലെങ്കിൽ അതും ഹോംവർക്ക് ആയിട്ട് ചെയ്യണോ? Homework. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം അല്ലേ? Homework. അങ്ങനെയാണെങ്കിൽ Homework അയച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്തെടുത്തോ. ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 6 lakh ആണ്. കറണ്ട് അസറ്റ് 3 lakh ആണ്. കറണ്ട് റേഷ്യോ 3 ആണ്. ടോട്ടൽ ഇക്വിറ്റി 4 lakh ആണ്. Calculate debt to total asset ratio. Second, debt to equity ratio. Third, long-term debt to equity ratio. ഹോംവർക്ക് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പകുതി സോൾവൻസി റേഷ്യോസിനും പകുതി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനും ഒരു സിമ്പിൾ 10 ക്വസ്റ്റ്യൻസിന് ഒരു PDF ആക്കി ഞാൻ ഷെയർ ചെയ്യാം. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. തൽക്കാലം ഇത്ര ഹോംവർക്ക് മതി. നാളെ കുറച്ചധികം ഹോംവർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. നാളെ സാറ്റർഡേ സൺഡേ ലീവ് അല്ലേ. പിന്നെ എക്സാം മറന്നുകൊണ്ട, സൺഡേ ആയിരിക്കും അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ച് സെറ്റാക്കിയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ കൂടി തട്ടി എടുക്കുക. Sir, പിന്നെ ഹോംവർക്കും കൂടെ. ഹോംവർക്കും കൂടെ എക്സാം കഴിഞ്ഞിട്ട് സൺഡേ സമയം ഉണ്ടാവല്ലോ. സർ നെക്സ്റ്റ് വീക്ക് വെച്ചാൽ മതി സർ. എക്സാമോ? അല്ല, ഞാൻ ഇന്നലെ സാറിനോട് ചോദിച്ചായിരുന്നു, ആരാധനക്ക് എക്സാം ഉണ്ട്, മാറ്റാൻ പറ്റും. അപ്പൊ സാറ് പറഞ്ഞു ആരാധന മാത്രം അടുത്ത ആഴ്ച എഴുതിക്കോട്ടെ, ബാക്കിയുള്ള ഈ ആഴ്ച ചെയ്താനാണ് സാറ് പറഞ്ഞത്. എനിക്ക് എപ്പോ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വീക്ക് മതി സർ. അങ്ങനെയാണ് നിങ്ങളൊന്ന് Sir, റിക്വസ്റ്റ് ചെയ്ത് നോക്കി. next week. ഞാൻ പറഞ്ഞിട്ട് സാർ അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും. പക്ഷെ ഇതൊക്കെ ഓക്കെ ആണോ? ആരും ഒന്നും പറയില്ല, ഞാൻ മാത്രം. അല്ല എനിക്ക് നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടൂൾസ് ഓർ ടെക്നിക്സ്, പേ ബാക്ക് പീരീഡ്, ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ്, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ, അല്ല ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, നെറ്റ് പ്രസന്റ് വാല്യൂ, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് തിയറിയും കുറച്ച് പ്രോബ്ലം, പിന്നെ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിലെ കുറച്ച് പ്രോബ്ലം. ഒരു 20 ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞിട്ട് സാറ് സൺഡേ കണക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എനിക്കും സൺഡേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എനിക്കും അടുത്ത ആഴ്ച നന്നായിരുന്നു, ഇഫ്താർ പാർട്ടികളുണ്ട്. നിങ്ങളൊന്ന് സാറോട് റിക്വസ്റ്റ് ചെയ്ത് സാർ നോക്കൂ. ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യൂ. സർ ഞാൻ പ്രയാസാന്ന് പറയൂ. അപ്പൊ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ആരാധനക്ക് എക്സാം ഉണ്ട്, അപ്പൊ സാറ് സൺഡേ അല്ല, കണ്ടക്ട് സാറിന് ചെയ്തു. ബുദ്ധിമുട്ടാ പറയും. അതല്ല അങ്ങനെ ഇഫ്താർ
ഇഫ്താർ പാർട്ടി മാറ്റാൻ പറ്റില്ല പറയൂ സർ പ്ലീസ്. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും. നിങ്ങൾ സാറിന് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മണ്ടേയിലേക്ക് ആക്കാം. എന്തായാലും എനിക്ക് നാളെ ഹോംവർക്ക് കുറയ്ക്കാൻ പറ്റില്ല, കാരണം കുറച്ച് വലിയ വലിയ ഹോംവർക്ക് നാളെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാം അടുത്ത ആഴ്ച ആക്കിയാലും നിങ്ങൾക്ക് ആ ബേർഡൻ കുറയും. നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക്. അതിനനുസരിച്ച് ഇനിയിപ്പോൾ എക്സാം നിർബന്ധമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഹോംവർക്ക് കുറച്ച് കുറയ്ക്കാം. സോ നിങ്ങൾ നാളത്തേക്ക് ഈ ഒരു ഹോംവർക്കും ആ 10 MCQ ഒന്ന് ചെയ്തു വരാം. ഇനി അടുത്ത കാര്യങ്ങളൊക്കെ പഠിക്കാം. നാളെ നമുക്ക് കവറേജ്, ഏർണിങ്സ് കവറേജ് റേഷ്യോ പഠിക്കാം. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് നോക്കാം. സാർ എന്താ പറയുന്നത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും. എക്സാം സാറ് മണ്ടേ ഇന്നലെ തന്ന ഹോംവർക്കിലെ ഒരു ക്വസ്റ്റ്യൻസ് ഇല്ലേ, MCQ, ആ പാറ്റേൺ ആയിരിക്കും? 10 ക്വസ്റ്റ്യനോ? ഇന്നലെ നമ്മൾ കുറച്ച് ചെയ്തിട്ട് ബാക്കി ചെയ്തില്ല. കാരണം ഞാൻ ഹോക്കില് നോക്കുമ്പോ അതിനകത്തെ ക്വസ്റ്റ്യൻസും വലുതാണ്, ഓപ്ഷൻസും വലുതാണ്, വലിയ എങ്ങനെ? വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ ഹോക്കിൽ ഞാൻ നോക്കിയിരുന്നു ഫ്രീ ആ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻസും വലുതാണ്, ഓപ്ഷൻസും ഒക്കെ വലിയ വലിയതാണ്. കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ സാർ ആ എക്സാമിന് തരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ഞാനിപ്പോ അതുപോലെ തരുന്നത് അത് സാർ ഇത്ര ദിവസം നമുക്കിപ്പോ എക്സാമിന് തരുന്ന സാറ് ഹോംവർക്കിന് തന്ന പോലത്തെയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ അതെ അത് ഹോക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് മിക്സ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടോ? സാർ, ഓവർ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് മതി. ആണോ? പിന്നെ റേഷ്യോയിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഹോക്കിലെ ക്വസ്റ്റ്യൻസും പിന്നെ വൈലി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഹോംവർക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഹോക്കിലെ ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ സിമ്പിൾ ആക്കി, കുറച്ച് ടഫുൾ ഉണ്ടാവും. ഓക്കെ, ഒക്കെ നമ്മൾ പഠിച്ചെടുക്കണം. എക്സാമിലെ ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓവർ ടഫ് ഉണ്ടാവില്ല, സിമ്പിൾ ഉണ്ടാവും, കുറച്ച് ടഫുൾ ഉണ്ടാവും. നിങ്ങൾ സാറിനോട് എന്തായാലും ചോദിച്ചു. അടുത്ത ആഴ്ച മതി സർ. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാറ് നാളെ സൺഡേ വെക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും. മൺഡേയിലേക്ക് ആക്കാൻ പറ്റില്ല, നെക്സ്റ്റ് സൺഡേയിലേക്ക് ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, സർ ഒന്നുകൂടി പറയോ? ഞങ്ങളും ഞാൻ പറയും. ഇന്നലെ പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു. ഓക്കെ സർ. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് ചെയ്യാ. MCQ ഒന്ന് ചെയ്യാം, 10 ക്വസ്റ്റ്യന്റെ. എന്നിട്ട് നാളത്തെ ക്ലാസ്സിലാണ്. ഓക്കെ, നാളെ 8 PM. താങ്ക് യു. സർ താങ്ക് യു. താങ്ക് യു സർ. Thank you, ഓക്കെ. sir.